ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മ ഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം. സത്യം പരം ധീമഹി ധർമ്മഃ പ്രോജ്झितकैतवोऽत्र परमो നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ചേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ചതുർത്ഥ സ്കന്ധം 25-ാം അധ്യായം പുരഞ്ജനോപാഖ്യാനത്തിൻ്റെ ആദ്യ ഭാഗം. അതാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇന്നലെ 25-ാം അധ്യായത്തിലെ 6 ശ്ലോകങ്ങൾ കണ്ടു. ഇന്ന് 7 മുതൽക്കുള്ള ശ്ലോകങ്ങളാണ് വാസ്തവത്തിൽ പുരഞ്ജനോപാഖ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്ക് പാരായണം ചെയ്യാം ആദ്യത്തെ 31 ശ്ലോകങ്ങൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ 25-തമോऽധ്യായഃ. മൈത്രേയ ഉവാച. ഇതി സന്ദിശ്യ ഭഗവാൻ ബാർഹിഷദൈരഭിപൂജിതഃ പശ്യതാം രാജപുത്രാണാം തത്രൈവാന്തർദദേ ഹരഃ. രുദ്രഗീതം ഭഗവതഃ സ്തോത്രം സർവേ പ്രചേതസഃ. ജപന്തസ്തേ തപസ്തേ ബഹു വർഷാണാം അയുധം ജലേ. പ്രാചീനബർഹിഷം ക്ഷത്തഃ കർമ്മസു ആസക്തമാനസം നാരദോ അധ്യാത്മതത്വജ്ഞഃ കൃപാലുഃ പ്രത്യബോധയത്. ശ്രേയസ്ത്വം കഥമത് രാജൻ കർമ്മണാത്മന ഈഹസേ. ദുഃഖഹാനി സുഖാവാപ്തിഃ ശ്രേയസ്ത്വം നേഹ ചേഷ്യതേ. രാജോവാച. ന ജാനാമി മഹാഭാഗ പരം കർമാപവിദ്ദതീഃ. ബ്രൂഹി മേ വിമലം ജ്ഞാനം യേന മുച്യേയ കർമ്മഭിഃ. ഗൃഹേഷു കൂടധർമ്മേഷു പുത്രദാരധനാർത്ഥതീഃ. ന പരം വിന്ദതേ മൂഢോ ബ്രാഹ്മ്യൻ സംസാരവത്മസു. നാരദ ഉവാച. ഭോ ഭോ പ്രജാപതേ രാജൻ പശൂൻ പശ്യ ത്വയാദ്വരെ. സംജ്ഞാപിതാൻ ജീവസംഗാൻ നിർഘൃണേന സഹസ്രശഃ. യേദേ ത്വാം സംപ്രതീക്ഷന്തേ സ്മരന്തോ വൈശസം തവ. സംപരേദം അയക്കൂടൈശ്ചിന്തന്ത്യുത്ഥിതമന്യവഃ. അത്ര തേ കഥയിഷ്യാമും ഇതിഹാസം പുരാതനം. അത്ര തേ കഥയിഷ്യേമും ഇതിഹാസം പുരാതനം. പുരഞ്ജനസ്യ ചരിതം നിബോധ ഗതതോ മമ. ആസീത് പുരഞ്ജനോ നാമ രാജാ രാജൻ ബൃഹത്സ്രവാഃ. തസ്യ വിജ്ഞാതനാമാസീത് സഖാ വിജ്ഞാതചേഷ്ടിതഃ. സ്വന്വേഷമാണഃ ശരണം ബഭ്രാമ പൃഥിവീം പ്രഭുഃ. നാനുരൂപം യഥാ വിന്ദതഭൂത് സവിമലാ ഇവ. ന സാധുമേനേതാ സർവാ ഭൂതലേ യാവതീ പുരഃ. കാമാൻ കാമയമാനോऽസൗ തസ്യ തസ്യോപപത്തയേ. സ ഏകദാ ഹിമവതോ ദക്ഷിണേഷ്വദസാനുഷു. ദദർശ നവഭിർദ്വാർഭിഃ പുരം ലക്ഷിതലക്ഷണാം. പ്രാകാരോപവനാട്ടാലപരിഘൈരക്ഷതോരണൈഃ. സ്വർണരൗപ്യായസൈ ശൃംഗൈഃ സങ്കുലാം സർവതോ ഗൃഹൈഃ. നീലസ്ഫടികവൈഡൂര്യമുക്താമരകതാരുണൈഃ. ക്ലിപ്തഹർമ്മ്യസ്ഥലീം ദീപ്താം ശ്രിയാ ഭോഗവതീമിവ. സഭാ ചത്വരരത്യാഭിഃ ആക്രീഡായതനാഭണൈഃ. ചൈത്യധ്വജപതാകാഭിഃ യുക്താം വിദ്രുമവേദിഭിഃ. പുര്യാസ്തു ബാഹ്യോപവനേ ദിവ്യദ്രുമലതാകുലേ. നദദ്വിഹംഗാളികുലകോലാഹലജലാശയേ. ഹിമനിർജന വിപ്രുഷ്മത്
കുസുമാകരവായുണാ ചലത്പ്രവാള വിടപനളിനീതള സമ്പതി നാനാരണ്യമൃഗവ്രാതൈഃ അനാബാധേ മുനിവ്രതൈഃ ആഹൂതം മന്യതേ പാന്ധോ യത്ര കോകിലകൂചിതൈഃ യദൃച്ഛയാഗതാം തത്ര ദദർശ പ്രമദോത്തമാം ഭൃത്യൈർദശഭിരായാന്തീം ഏകൈകശതനായകൈഃ പഞ്ചശീർഷാഹിനാ ഗുപ്താം പ്രതീഹാരേണ സർവതഃ അന്വേഷമാണാം ഋഷഭം അപ്രൗഢാം കാമരൂപിണീം സുനാസാം സുദതീം ബാലാം സുകപോലാം വരാനനാം സമവിന്യസ്തകർണാഭ്യാം ബിഭ്രതീം കുണ്ടലശ്രിയം പിശങ്കനീവീം സുശ്രോണീം ശ്യാമാം കനകമേഖലാം പദ്ഭ്യാം കൊണദ്ഭ്യാം ചലതീം നൂപുരൈർദേവതാമിവ സ്തനൗ വ്യഞ്ജിത കൈശോരൗ സമവൃത്തൗ നിരന്തരൗ വസ്ത്രാന്തേന നിഗൂഹന്തീം വ്രീഡയാ ഗജഗാമിനീം താമാഹലളിതം വീരഃ സവ്രീഡസ്മിതശോഭനാം സ്നിഗ്ധേനാപാംഗമുഖുംഗേന സ്പൃഷ്ടഃ പ്രേമോദ്ഭ്രമദ്ഭ്രുവാ കാത്വം കഞ്ചബലാസാക്ഷി കസ്യാസീഹ കുതഃ സതി ഇമാം ഉപപുരീം വീരു കിം ചികീർഷസി ശംസമേ കയേതേനുപദായേത ഏകാദശ മഹാബടാഃ ഏതാവാലലനാ സുഭ്രു കോയം തേ ഹി പുരസ്സരഃ ത്വം ഹ്രീർഭവാന്യസ്യ തവാഗ്രമാപതിം വിചിന്വതി കിം മുനിവഗ്രഹോ വനേ ത്വദംഗ്രികാമാപ്ത സമസ്തകാമം ക്വ പത്മകോശഃ പതിതഃ കരാഗ്രാത് നാസാം വരോർവന്യതമാ ഭുവി സ്പൃഗ പുരീമിമാം വീരവരേണ സാഗം അർഹസ്യലങ്കർത്തുമദഭ്രകർമ്മണ ലോകം പരം ശ്രീരിവ യജ്ഞപുംസാ യഥേഷമാപാംഗവിഖണ്ഡിതേന്ദ്രിയം സവ്രീഡഭാവസ്മിത വിഭ്രമദ്ഭ്രുവാ ത്വയോപസൃഷ്ടോ ഭഗവാൻ മനോഭവഃ പ്രഭാതത്തെ താനുഗൃഹാണ ശോഭനെ ത്വദാനനം സുഭ്രുസുതാരലോചനം വ്യാലംബി നീലാളക വൃന്ദ സംവൃതം ഉന്നീയമേ ദർശയ വൽഗുവാചകം യദ്വ്രീഡയാനാഭിമുഖം ശുചിസ്മിതേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം. ഹരി ഓം. ഇരുപത്തിയഞ്ചാം അധ്യായം ചതുർത്ഥ സ്കന്ധത്തിൽ ആദ്യത്തെ 2 ശ്ലോകം കൊണ്ട് കഴിഞ്ഞ അധ്യായത്തിന്റെ ഒരു തുടർച്ച ഉപസംഹാരമായിട്ട് പറഞ്ഞു. മഹാദേവൻ രുദ്രഗീതം ഉപദേശിച്ചു കൊടുത്തത് ശേഷം ആ രാജപുത്രന്മാർ നോക്കി നിൽക്കെ അവരുടെ മുമ്പിൽ അവിടെ തന്നെ അന്തർദാനം ചെയ്തു. പിന്നീട് ആ പ്രചേതസ്സുകൾ എല്ലാവരും രുദ്രഗീതം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ട് വർഷാണാം അയുതം ജലേ തപഃ തേബുഹു 10,000-ഓളം വർഷം തപസ് ചെയ്തു ആ ജലത്തിൽ മുങ്ങി കിടന്നുകൊണ്ട്, അല്ലെങ്കിൽ കഴുത്തറ്റം വെള്ളത്തിൽ നിന്നുകൊണ്ട്. അതിനുശേഷം ആ സമയത്ത് നമ്മുടെ പ്രചേതസ്സുകളുടെ പിതാവായിട്ട് പ്രാചീന ബർഹിസ്, വളരെ കാലമായിട്ട് അദ്ദേഹം കർമ്മത്തിൽ ആസക്ത മനസ്സനായിരുന്നു. നാരദൻ പല പ്രാവശ്യം വന്നപ്പോഴും അദ്ദേഹത്തെ ശ്രവിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ കൃപാലുവായിട്ടുള്ള നാരദൻ അങ്ങനെ പല പ്രാവശ്യം വന്നപ്പോഴേക്കും ഒരിക്കൽ പ്രാചീന ബർഹിസ് നാരദനെ ശ്രവിക്കുവാനുള്ള ഒരു ചെറിയ ശ്രദ്ധ കാണിച്ചു. അങ്ങനെ അധ്യാത്മ തത്വജ്ഞനായ നാരദൻ ആ പ്രാചീന ബർഹിസിനെ പ്രതിബോധിപ്പിച്ചു, നേരിട്ട് തത്വം പറഞ്ഞു കൊടുത്തു.
അങ്ങ് ഏതൊരു ശ്രേയസ്സിനെയാണോ ഈ കർമ്മങ്ങളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്, അങ്ങയുടെ ആത്യന്തികമായ ദുഃഖനിവൃത്തിയും പരമാനന്ദ പ്രാപ്തിയും സുഖപ്രാപ്തിയും അതിപ്പോ കിട്ടിയിട്ടുണ്ടോ, കിട്ടിയതായിട്ട് കാണുന്നില്ലല്ലോ എന്ന മട്ടില് ചോദ്യം ചെയ്തു. ഈ സമയത്ത് ആ പ്രാചീന ബർഹിസിന് പാകത വന്നിരുന്നു, അല്പം വിവേകമുണ്ടായി. ആ വിവേകത്തോടെ അദ്ദേഹം നാരദനോട് ചോദിച്ചു, കർമ്മം കൊണ്ട് അപവിദ്ധതീയാണ് ഞാൻ, കർമ്മം കൊണ്ട് ഭേദിക്കപ്പെട്ട അല്ലെങ്കിൽ കലുഷിതമാക്കപ്പെട്ട നശിപ്പിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയവനായിട്ടുള്ള ഞാൻ ഒന്നും അറിയുന്നില്ല. ആ വിമലമായിട്ടുള്ള ജ്ഞാനം എങ്ങനെയായാൽ കർമ്മങ്ങളിൽ നിന്ന് മുക്തനാവാം, ആ ഒരു ജ്ഞാനം ഞാൻ അറിയുന്നില്ല. എന്ന ജാനാമി, ഈ പുത്രധാരങ്ങളിൽ അതുപോലെ ധനത്തിൽ ഒക്കെ പുരുഷാർത്ഥ ബുദ്ധിയോടുകൂടിയവനായിട്ട് കപടധർമ്മങ്ങൾ നിറഞ്ഞ ഗൃഹസ്ഥാശ്രമത്തിൽ ഭ്രമിച്ചുകൊണ്ട് സംസാരമാർഗത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ട് ആ പരത്തെ ഞാൻ അറിയുന്നില്ല. ന പരം വിന്ദതേ മൂഢ, മോഹിതനായ ഞാൻ എന്താണ് പരമമായ പുരുഷാർത്ഥം, എന്താണ് ജീവിതത്തിൽ നേടേണ്ടത്, എന്ത് നേടിയാലാണ് ആത്യന്തികമായ ദുഃഖനിവൃത്തിയും ആനന്ദപ്രാപ്തിയും ഉണ്ടാവുക, അതിനെക്കുറിച്ച് എനിക്ക് അറിയുന്നില്ല, പറഞ്ഞു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം തയ്യാറായി. അപ്പോ ആചാര്യന്മാർ, ഗുരുക്കന്മാർ, ശിഷ്യന്മാർ കേൾക്കാൻ തയ്യാറുള്ളപ്പോൾ മാത്രമേ പറയാവൂ. ശ്രദ്ധ അഥവാ ശുശ്രൂഷ എന്നിങ്ങനെയുള്ള ഗുണങ്ങൾ ശിഷ്യനിൽ കാണുമ്പോൾ മാത്രമേ തത്വങ്ങൾ, ഉപദേശങ്ങളൊക്കെ ചെയ്യാവൂ. അല്ലെങ്കിൽ വെറുതെ കുടം കമഴ്ത്തി വെള്ളം ഒഴിക്കുന്നത് പോലെ വൃഥാ പ്രയത്നമാണ്. അപ്പൊ പാകമായി വരുന്ന, ജിജ്ഞാസയോടുകൂടി വരുന്ന ആ ശിഷ്യന്മാരെ വേണം ഉപദേശിക്കാൻ. ഇപ്പോ ഇവിടെ പ്രാചീന ബർഹിസിന് അല്പം ജിജ്ഞാസ ഉണ്ടായിട്ടുണ്ട്, വിവേകമുണ്ടായിട്ടുണ്ട്, അല്പം വൈരാഗ്യവും വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ വൈരാഗ്യത്തെ ഒന്ന് ഉറപ്പിക്കണം, ലക്ഷ്യബോധം കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് നാരദൻ ഒരു പണി ചെയ്തു. അതാണ് ആദ്യത്തെ 2 ശ്ലോകങ്ങൾ. ഇന്നലെ വായിച്ചു നിർത്തി. നാരദ ഉവാച ഭോ ഭോ പ്രജാപതേ രാജൻ പശൂൻ പശ്യ ത്വയാദ്വരേ സംജ്ഞാപിതാൻ ജീവസംഘാൻ നിർഘൃണേന സഹസ്രശഃ യേദേ ത്വാം സംപ്രതീക്ഷന്തേ സ്മരന്തോ വൈശസം തവ സംപരേദം അയക്കൂടൈ ചിന്തന്ത്യുത്ഥിതമന്യവഃ. ഭോ ഭോ പ്രജാപതേ രാജൻ സംബോധനയാണ്. അല്ലയോ അല്ലയോ പ്രജാപതിയായിരിക്കുന്ന രാജാവായിരിക്കുന്നവനെ, പ്രാചീന ബർഹിസേ, പശൂൻ പശ്യ, ദാ ഈ മൃഗങ്ങളെ കാണൂ. പശുക്കൾ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ, ഏത് മൃഗങ്ങളാണോ ഇദ്ദേഹം ഹിംസിച്ചത് ആ മൃഗങ്ങളെ കാണും. എന്താണ്? ത്വയാ അദ്വരേ സംജ്ഞാപിതാൻ. എങ്ങനെയുള്ള ത്വയാ? നിർഘൃണേന, എത്ര സഹസ്രശഃ. അപ്പോ നിർഘൃണേന ത്വയ, നിർഘൃണൻ എന്ന് പറഞ്ഞാൽ ഗൃണി എന്ന് പറഞ്ഞാൽ ദയ, കാരുണ്യം. അതില്ലാത്തവൻ, നിർഗതമായ ഗൃണത്തോട് ഗൃണിയോട് കൂടിയവൻ നിർഗൃണൻ. അപ്പൊ ദയയില്ലാത്ത, കരുണയില്ലാത്ത ത്വയാ, നിന്നാൽ അദ്വരേ സംജ്ഞാപിതാൻ, അദ്വരത്തിൽ യാഗത്തിൽ ഹനിക്കപ്പെട്ടതിവിടെ. സംജ്ഞാപിതങ്ങൾ എന്ന് പറഞ്ഞാൽ യാഗത്തിൽ ബലി കൊടുക്കപ്പെട്ടതായിട്ടുള്ള, ആ ഹനിക്കപ്പെട്ടതായിട്ടുള്ള സഹസ്രശഃ ജീവസംഘാൻ പശൂൻ പശ്യ. നീ എത്ര യാഗങ്ങൾ ചെയ്തു? ഓരോ യാഗത്തിലും ഒരു പശുവിനെങ്കിലും, ഒരു മൃഗത്തെയെങ്കിലും നീ ബലി കൊടുത്തു കാണും. അപ്പൊ അങ്ങനെയുള്ള ജീവസംഘങ്ങളായ പ്രാണി സമൂഹങ്ങളായിട്ടുള്ള പശുക്കളെ നീ കണ്ടാലും പശ്യ. എവിടെയാണ് കാണിച്ചു കൊടുക്കുന്നത്? പരലോകത്ത് കാത്തു നിൽക്കുന്നതായിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. അവരെവിടുന്ന് കൊന്നുവിട്ടു, അപ്പൊ ഇനി അവരവിടെ കാത്തു നിൽപ്പുണ്ട്. അതാണ് ഏതേ ത്വാം സംപ്രതീക്ഷന്തേ സ്മരന്തോ വൈശസം തവ സംപരേദം അയഃകൂടൈഃ ചിന്തന്തി ഉത്ഥിതമന്യവഃ.
ഏതേ ഇവർ, ഈ പശുക്കൾ, അവിടെ പരലോകത്ത് കാത്തു നിൽക്കുന്ന അവര് ത്വാം സംപ്രതീക്ഷന്തേ, നിന്നെ കാത്തിരിക്കുകയാണ്, നിന്നെ നന്നായി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. നീ എന്തായാലും അവിടെ ചെല്ലാതിരിക്കാൻ പറ്റില്ല നിനക്ക്. എന്ത് ചെയ്തുകൊണ്ട്? സ്മരന്തോ വൈശസം തവ തവ വൈശസം സ്മരന്ത, നിന്റെ വൈശസം ആ ഹിംസ. അപ്പൊ നിന്റെ ഹിംസയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, അങ്ങയുടെ കഠിന കർമ്മത്തെ, ഹിംസാകർമ്മത്തെ സ്മരിക്കുന്നവരായിട്ട് അവർ മറന്നിട്ടില്ല. അവർ പ്രതികാരം ചെയ്യാനുള്ള ഓർമ്മയോടുകൂടെ നിന്നെ കാത്തിരിക്കുകയാണ്. അവര് ഉത്തിതമന്യവഹ, നല്ല കോപത്തോടു കൂടിയവരായിട്ടാണ്. സംപരേതം ത്വാം ചിന്തന്തി, സംപരേതം പരേതനായി പരലോകത്തേക്ക് ചെല്ലുന്നവൻ. പരേതൻ എന്ന പരത്തിലേക്ക് ഇതനായവൻ. ഇതൻ എന്നാൽ ഗതൻ തന്നെയാണ്. ഇണ് ധാതു ഗതൗ എന്ന് അർത്ഥം. പരലോകം ഇതഹ ഇതി പരേതഹ, പരലോകത്തേക്ക് സംപരേതനായ ത്വാം അങ്ങയെ ചിന്തന്തി, ഛേദിക്കാൻ കാത്തിരിക്കുകയാണ് അവര്, അവരുടെ കൊമ്പുകൾ മൂർച്ചയാക്കിക്കൊണ്ട്. അയക്കൂടൈഹി എന്ന് പറഞ്ഞാൽ, അയക്കൂടം എന്ന് പറഞ്ഞാല് ഇരുമ്പ് ചുറ്റിക എന്ന അർത്ഥമാണ്. ഇവിടെ ഇരുമ്പ് ചുറ്റിക പോലെയുള്ളതായിട്ടുള്ള, ഇരുമ്പ് പോലെയുള്ളതായിട്ടുള്ള അവരുടെ കൊമ്പുകൾ മൂർച്ചയാക്കിയിട്ട് അങ്ങയെ കാത്തിരിക്കുകയാണ്. അങ്ങ് അവിടെ ചെല്ലുമ്പോ അങ്ങയെ കുത്തി കീറാനായിക്കൊണ്ട്. അപ്പൊ എത്ര യാഗം ചെയ്തിട്ടുണ്ടോ അത്രയും മൃഗങ്ങളാണ് അവിടെ ഇദ്ദേഹത്തെ ഉപദ്രവിക്കാൻ, ഇദ്ദേഹത്തെ കാത്തിരിക്കുന്ന പരലോകത്ത് എന്ന് പറയുകയാണ്. അപ്പോ ഇവിടെ പ്രജാപതേ രാജൻ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള സംബോധന കൊണ്ട് അങ്ങ് പ്രജകളെ മുഴുവൻ പരിപാലിക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ ആ പ്രജകളിൽ മനുഷ്യർ മാത്രമല്ല, ജീവജാലങ്ങളും പെടും, പ്രകൃതിയും പെടും. അപ്പൊ പ്രകൃതിയെയും ജീവജാലങ്ങളെയും രക്ഷിക്കേണ്ട അങ്ങ് തന്നെ ജീവജാലങ്ങളെ ഹിംസിക്കുക എന്നുള്ളതായിട്ടുള്ള ആ കർമ്മങ്ങളെ ചെയ്തുവല്ലോ. യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്ത് ഇങ്ങനെ പശുവാദികളെ ഹിംസിച്ചുവല്ലോ. അത് അങ്ങയുടെ ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇപ്പൊ പശുവാദികളെ രക്ഷിക്കാതെ ഹിംസിക്കുകയാണ് ചെയ്തത്. അതിന്റെ പരിണത ഫലമായിട്ട് ഈ പറയുന്ന മൃഗങ്ങളെല്ലാം അങ്ങയെ കാത്തു നിൽക്കുകയാണ്, അവരുടെ കൊമ്പുകൾ ഇരുമ്പ് പോലെ മൂർച്ചയാക്കിക്കൊണ്ട്, അങ്ങയെ കുത്തി കീറാനായിക്കൊണ്ട്. അപ്പോ ഇവിടെ യാഗങ്ങളെ യജ്ഞങ്ങളെയൊക്കെ ഒരു ചെറിയൊരു പരിഹാസ രൂപത്തിലാണ് ഭാഗവതം അവതരിപ്പിക്കുക. എന്താ വെച്ചാൽ ഭാഗവതം നിവൃത്തി ധർമ്മ പ്രധാനമാണ്. പ്രവൃത്തി ധർമ്മത്തിനല്ല ഭാഗവതത്തില് പ്രാധാന്യം, നിവൃത്തി ധർമ്മത്തിനാണ്. അതുകൊണ്ട് യാഗങ്ങളെയും യജ്ഞങ്ങളെയൊക്കെ ചെറിയ രീതിയിൽ ഒന്ന് നിന്ദിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹിംസയല്ല വാസ്തവത്തില് വേദങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അഹിംസാ പരമോ ധർമ്മ, അഹിംസയാണ് പരമമായിട്ട് ധർമ്മം. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണെങ്കിൽ അതിലേക്കുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം അഹിംസയാണ്. ഹിംസ എന്നൊക്കെ ഉള്ളത് തൽക്കാലം അവന്റെ ഹിംസാ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ വേണ്ടി, അവനെ മൂക്കുകയറിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ചില എക്സംഷൻസ് മാത്രം കൊടുത്തിരിക്കുകയാണ്. നിനക്ക് നിന്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ഹിംസാവാസനയെ, നിന്റെ ഉള്ളിലുള്ളതായിട്ടുള്ള മൃഗീയ സ്വഭാവത്തെ ഒക്കെ നിയന്ത്രിക്കാനായിക്കൊണ്ട് എന്താ പറയുക, ഒരു വളരെ ചെറിയൊരു സൂക്ഷ്മമായിട്ടുള്ള സുഷിരത്തിലൂടെ, ഒരു ടണലിലൂടെ കടത്തിവിടും പോലെ ഇവനെ കടത്തിവിടുകയാണ് ഈ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ. നമ്മുടെ ഇവിടെയൊക്കെ ചില പുനർജനി, നൂഴുക എന്നുള്ള ചില പരിപാടികളുണ്ട് അല്ലേ. ഈ തിരുവില്ലോമല എന്ന് പറയും, പാലക്കാട് തൃശ്ശൂർ ബോർഡറിൽ. അവിടെ ഒരു മലയ്ക്കകത്ത് ഗുഹ പോലെ പുനർജനി നൂഴുക എന്ന് കുറച്ച് ദൂരത്തോളം ഉള്ളതായിട്ടുള്ള ഒരു വലിയ ഗുഹയുണ്ട്. പ്രകൃതി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഗുഹയാണ്. അതിലൂടെ ഇഴഞ്ഞഴഞ്ഞേ പോകാൻ പറ്റുള്ളൂ. ഒരറ്റത്തുനിന്ന് പോയിട്ട് മറ്റേ അറ്റത്ത് പൊങ്ങണം. അപ്പോൾ അത് വളരെ ക്ലേശമുള്ളതാണ്. സാധാരണ നല്ല ആരോഗ്യമുള്ളവർക്കേ അത് സാധിക്കുള്ളൂ, മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവർക്കേ സാധിക്കുള്ളൂ. അപ്പൊ അതൊരു പുനർജന്മം തന്നെയാണ് വാസ്തവത്തിൽ. ഇങ്ങനെയുള്ള തപസ്സുകളിലൂടെ നമ്മളെ മെരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്, പാകപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്,
ഡിസിപ്ലിൻഡ് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുപോലൊരു യത്നമാണ് യജ്ഞം എന്ന് പറയുന്നത്. ഒരു യജ്ഞം നടത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമില്ല. അതിലേക്കുള്ള അധ്വാനം, അതിലേക്കുള്ള സംഭാരങ്ങളൊക്കെ സംഭരിക്കലും അതിലേക്കുള്ള ചെലവും അതിനുള്ള അധ്വാനങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ചെറിയ ലൈസൻസ് ഉണ്ട് എന്തിന്? ഒരു ചെറിയ ഹിംസയ്ക്ക്. അതുപോലും വേദങ്ങളിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒറിജിനൽ മൃഗങ്ങളെ ഹിംസിക്കാനൊന്നും അല്ല. അതിനും പ്രത്യേകമായിട്ടുള്ള വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അത് പ്രതീകാത്മകമായിട്ടുള്ള ഹിംസയാണ് പശുആലംബനം എന്നുള്ളത്. പക്ഷെ അവന്റെ ഹിംസാവാസന കൊണ്ട് പലരും ഈ പ്രതീകം വിട്ടിട്ട് നേരെ ഒറിജിനൽ പശുക്കളെ തന്നെ ഹിംസിക്കുന്ന സ്വഭാവമൊക്കെ കാണിക്കുന്നു. സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ അതിന്റെ പ്രതീകാത്മകമായിട്ടുള്ള ഭാവമാണ് എടുക്കേണ്ടത്. അരിമാവ് കൊണ്ട് ഈ പശുവിന്റെ രൂപം ഉണ്ടാക്കി അതിനെ പശുവെന്ന് സങ്കല്പിച്ചുകൊണ്ട് മന്ത്രങ്ങളെ കൊണ്ട് പവിത്രീകരിച്ച് അതിലാണ് ഹിംസ ചെയ്യുക എന്നൊക്കെ ശാസ്ത്രങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്രൂരത കാണിച്ചുകൊണ്ട് സാധുമൃഗങ്ങളെ ഹിംസിക്കൽ എന്നുള്ളത് വേദത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അല്ല. അതൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട് ആചരിക്കപ്പെട്ടതാണ്. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള ഹിംസകൾ ഒഴിവാക്കിക്കൊണ്ട് അഹിംസാ പരമോ ധർമ്മ എന്നതാണ് നമ്മുടെ വേദങ്ങളുടെ ഏറ്റവും പ്രമാണമായിട്ടുള്ള ഭാഗം. മറ്റത് പൂർവപക്ഷം എന്നേ പറയാനുള്ളൂ. പൂർവപക്ഷം വേറെ, സിദ്ധാന്തപക്ഷം വേറെ. പൂർവപക്ഷത്തിൽ പലതും അനുവദിച്ച് കാണും. അത് ഒരു മനുഷ്യനെ പാകപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കുഴലിലൂടെ ഇട്ട് വലിച്ചെടുത്ത് അവനെ ഒതുക്കമുള്ളവനാക്കി എടുക്കണം. അതിനു വേണ്ടിയിട്ട് ഈ ആചരണങ്ങളിലൂടെ തപസ്സിലൂടെ ഒക്കെ പാകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ഈ തത്വം മനസ്സിലാക്കാൻ യോഗ്യനായി തീരും. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ അഹിംസയ്ക്കാണ് പ്രാധാന്യം. ഇവിടെ നിവൃത്തി ധർമ്മത്തില്. പ്രവൃത്തി ധർമ്മത്തില് ഓരോരുത്തരും അവരവരുടെ തമോ ഗുണം രജോ ഗുണം അതിനനുസരിച്ചുള്ള ഉപാസനകള് ആരാധനകളൊക്കെ ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അതിപ്പോ നമ്മുടെ കേരളത്തിൽ തന്നെ, കേരളത്തിൽ മാത്രമല്ല മറ്റ് പലയിടത്തും ശാക്തേയ സമ്പ്രദായങ്ങളിലൊക്കെ പലതരത്തിലുള്ള ഹിംസ അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. കോഴിയെ കൊല്ലുന്നതും ആടിനെ കൊല്ലുന്നതും അല്ലേ. നമ്മള് കാമാഖ്യ പോലെയുള്ളതായിട്ടുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ലോഡ് കണക്കിനാണ് ദിവസവും ആടുകൾ കൊല്ലപ്പെടുന്നത്. അതുപോലെയുള്ള പല ശക്തിപീഠങ്ങളും ഉണ്ട് ആടുകളെയും അതുപോലെയുള്ള ജന്തുക്കളെയൊക്കെ ഹിംസ ചെയ്യുന്നത്. അതിനൊക്കെ പക്ഷെ പല നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കുന്നവരുമുണ്ട്, വഴിപാടായിട്ട് ചെയ്യുന്നവരുമുണ്ട്. അപ്പൊ ഇതൊക്കെ അനുവദിച്ചിട്ടുണ്ട്. അതാർക്ക് വേണ്ടി? തമോ ഗുണ പ്രധാനികൾക്കും രജോ ഗുണ പ്രധാനികൾക്കും ഒക്കെ വേണ്ടിയിട്ട്. അവരെയും ഈ ഒരു വഴിയിലേക്ക്, ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ, അവരും ഇതിൽ നിന്ന് പുറത്ത് ചാടി പോകാതിരിക്കാൻ ഇതിന്റെ വേലികൾ, ഇതിന്റെ അതിരുകൾ കുറെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ അതൊന്നും പ്രധാന വിധികൾ അല്ല. അതിനെ പ്രധാന വിധികളായിട്ട് കരുതി അത് ചെയ്താലേ ഈശ്വരൻ പ്രസാദിക്കുള്ളൂ എന്നുള്ളത് വിഡ്ഢിത്തരമാണ്. പ്രധാന വിധി ഈശ്വരന് ഏറ്റവും പ്രിയമായിട്ടുള്ള ആരാധന എന്ന് പറയുന്നത് അദ്വേഷ്ട സർവഭൂതാന മൈത്ര കരുണയേവച്ച് നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി എന്നിങ്ങനെയാണ് ഭഗവാൻ ഒരു ഭക്തന്റെ ലക്ഷണം പറയുമ്പോൾ പറഞ്ഞു വരുന്നത്. അദ്വേഷ്ട സർവഭൂതാനാം, ഒരു ഭൂതങ്ങളെയും ദ്വേഷിക്കാത്തവൻ, ആരെയും ഉപദ്രവിക്കാത്തവൻ. യസ്മാത് നോദ്വിജതേ ലോകഃ ലോകാത് നോദ്വിജതേ ചയഃ, ആരെ ലോകം ഭയപ്പെടുന്നില്ലയോ, ആർക്ക് ലോകത്തിനെയും ഭയമില്ലയോ. അങ്ങനെ ലോകവുമായി ഒരു സമവർത്തിയായി ആരാണോ ജീവിക്കുന്നത്, എല്ലാവരെയുമായി സമന്വയത്തോടുകൂടി ആര് ജീവിക്കുന്നുവോ, അപ്പോ ഇവിടെ പ്രാണിഹിംസയെ നിവൃത്തിധർമ്മത്തിൽ നിന്ദിക്കുന്നു.
രജോ ഗുണം തമോ ഗുണമുള്ളവർക്ക് ഈ ഒരു മാർഗത്തിലേക്ക് വരാൻ വേണ്ടി അവരുടെ സ്വഭാവത്തിനനുസരിച്ച് ചില വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുത്തിരിക്കുന്നതാണ് മറ്റുള്ള ഹിംസാ സ്വഭാവമുള്ളതായിട്ടുള്ള ആരാധനകളൊക്കെ എന്ന് നമ്മൾ തിരിച്ചറിയാം. നമുക്കെപ്പോഴാണോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മടുപ്പുണ്ടാകുന്നത്, താല്പര്യമില്ലാതാകുന്നത്, അപ്പോൾ അതിനെ വിട്ട് സാത്വികമായിട്ടുള്ള ഉപാസനാ സമ്പ്രദായങ്ങളിലേക്ക് നമ്മൾ മാറേണ്ടതാണ്. ഇപ്പം നമ്മുടെ പഴയ എന്താ പറയുക, കുടുംബ ക്ഷേത്രങ്ങൾ, തറവാട്ട് ദൈവങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പല സമ്പ്രദായങ്ങളുണ്ട്. അതിൽ ആ വർഷത്തിലൊരിക്കലോ അങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള ചില ചടങ്ങുകളായിട്ട് ഹിംസകളൊക്കെ നടക്കും. അതിൽ നമ്മൾക്ക് ആ ഹിംസ ചെയ്യുന്നതായിട്ടുള്ള ദിവസം പങ്കെടുക്കാതിരിക്കാം. സാത്വികന്മാരായിട്ടുള്ള ആളുകൾക്ക് ആ ദിവസം പങ്കെടുക്കാതിരിക്കാം. അത് ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ പങ്കെടുത്ത് ആ ആരാധനയിൽ എന്താ പറയുക, ഭാഗഭാക്കുകളാവാം. നിർബന്ധമില്ല അതിൽ പങ്കെടുക്കണം എന്നുള്ളത്. അങ്ങനെയുള്ള ഹിംസ നടത്തുന്നതായിട്ട് അതിൻ്റെ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അതിന് എന്താ പറയുക, ഹിംസാത്മകമായിട്ടുള്ള പൂജയൊക്കെ ഉള്ളത് അന്ന് നല്ല തിരക്കായിരിക്കും. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് അതിൻ്റെ ഫീസ്റ്റ് കഴിക്കാൻ. അതൊക്കെ വാസ്തവത്തിൽ പ്രതീകാത്മകമാക്കി മാറ്റേണ്ടതാണ്. എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി. കാരണം എല്ലാവരും ഒരേ സ്വഭാവമല്ല. ഒരു കുടുംബത്തിലുള്ളവരാണെങ്കിലും പല സ്വഭാവക്കാരാണ്. തമോ ഗുണികളാണ് കൂടുതലും. ഏത് കുടുംബം എടുത്താലും ഉണ്ട് അതിലൊക്കെ തമോ ഗുണികൾ. രജോ ഗുണികളും ധാരാളം ഉണ്ട്. സത്വഗുണമുള്ളവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ ആ സത്വഗുണമുള്ളവർ അതിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നതിൽ യാതൊരു വിരോധവും ഇല്ല. ആ മറ്റ് പൂജകളിലൊക്കെ പങ്കെടുക്കാം. സന്ദർഭവശാൽ പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവിടെ ഇദ്ദേഹത്തെ ഹിംസിക്കാനായിക്കൊണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആ പ്രവൃത്തിയിൽ ബാധിക്കപ്പെട്ടതായിട്ടുള്ള മൃഗങ്ങൾ പരലോകത്ത് ഇദ്ദേഹത്തെ ഉപദ്രവിക്കാനായിക്കൊണ്ട് കാത്തു നിൽക്കുന്നു എന്നുള്ള രംഗം കാണിച്ചു കൊടുത്ത് അനേക മൃഗങ്ങൾ കൊമ്പ് കൂർപ്പിച്ച് കുളമ്പ് ഭൂമിയിലിട്ട് ഒരച്ചുകൊണ്ട്, നീ വാ, നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് തലയും താഴ്ത്തി ഇങ്ങനെ കൊമ്പും കാണിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഇത് കണ്ടതായിട്ടുള്ള ആ പ്രാചീന ബർഹിസ് ഭയചകിതനായി നാരദനെ നോക്കണം, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ എന്ന്, താൻ ചെയ്ത പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ എന്ന്. ഈ സമയത്താണ് അദ്ദേഹം ഈ പുരഞ്ജനോപാഖ്യാനം എന്നുള്ള ഒരു കഥ അവതരിപ്പിക്കുന്നത്. അത് പ്രാചീന ബർഹിസിനെ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനത് ശ്രദ്ധിക്കാൻ തോന്നില്ല. അപ്പോൾ ഒരു പരോക്ഷമായിട്ടൊരു കഥയായിട്ട് പറയുകയാണ്. വേറൊരാളുടെ കഥ നമുക്ക് പരദൂഷണം കേൾക്കാൻ നല്ല രസമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. മറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ, മറ്റൊരാളുടെ ദൂഷണം പറയുമ്പോൾ, ഒരാളുടെ ദോഷം പറയുമ്പോൾ നമുക്ക് നല്ല ചെവി കൂർപ്പിച്ച് നമ്മൾ കേൾക്കും. ഇത് നമ്മുടെ മനുഷ്യ സ്വഭാവമാണ്. അത് രജോ ഗുണവും തമോ ഗുണവും കൊണ്ടാണ്. സത്വഗുണമുള്ളവർക്ക് അത് തോന്നില്ല. സത്വഗുണമുള്ളവർക്ക് മറ്റൊരാളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ അവരവിടുന്ന് എഴുന്നേറ്റ് പോകും. എന്നോട് പറയരുത് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകും. അപ്പൊ രജോ ഗുണം കൊണ്ടാണ് ഇതിലൊക്കെ താല്പര്യം വരുന്നത്. അങ്ങനെ ഇപ്പോഴും രജോ ഗുണം പൂർണ്ണമായി പോയിട്ടില്ലാത്ത പ്രാചീന ബർഹിസിനെ ആ ഒരവസ്ഥയിൽ സഹായിക്കാനായിക്കൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് നാരദൻ പരോക്ഷമായിട്ടുള്ള ഒരു കഥ പറയുന്നു. നിന്റെ ആത്മകഥ തന്നെയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് ശ്രദ്ധിക്കില്ല. വേറൊരാളുടെ കഥയാണ്, ഒരു പുരഞ്ജനൻ എന്ന് പറഞ്ഞ ഒരു രാജാവിന്റെ കഥയാണ് എന്ന് പറയുമ്പോൾ, ആഹാ അങ്ങനെ ഉണ്ടായിരുന്നോ, എന്നാ കേൾക്ക് എന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കുകയാണ്. അതിനാണ് ഇവിടെ പറയുന്നു, അത്രതേ കഥയിഷ്യേമും ഇതിഹാസം പുരാതനം പുരഞ്ജനസ്യ ചരിതം നിബോധ ഗതതോ മമ. അത്ര ഈ വിഷയത്തിൽ, ഇവിടെ ഈ വിഷയം എന്ന് പറഞ്ഞാല് ഈ കർമ്മത്തിൽ വിരക്തി ഉണ്ടാവാനും ജ്ഞാനത്തിൽ താല്പര്യമുണ്ടാകാനുമുള്ള വിഷയത്തിൽ, അതാണിപ്പോ
ഇദ്ദേഹത്തിന് വേണ്ടത്, പ്രാചീന ബർഹിസിന് ആവശ്യമായിട്ടുള്ളത്, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിൽ നിന്ന് വിരക്തി ഉണ്ടായി അതിൽ നിന്ന് പുറത്തു കടക്കണം. ജ്ഞാനത്തിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഉറയ്ക്കണം. അപ്പൊ അതാണ് ഇവിടുത്തെ അത്ര എന്നുള്ള വിഷയം. ഈ വിഷയത്തില് കഥയിഷ്യേ അമും ഇതിഹാസം പുരാതനം. തേ കഥയിഷ്യേ, നിനക്ക് ഞാൻ പറഞ്ഞു തരാം ഈ ഒരു ഇതിഹാസത്തെ. അമും ഇതിഹാസം, ഇതിങ്ങനെ ഒരു സംഭവ കഥയാണ് കേട്ടോ. ഇപ്രകാരം നടന്നൊരു കഥയാണ്, പുരാതനം പണ്ട് നടന്നൊരു കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുരഞ്ജനസ്യ ചരിതം, ആ പുരഞ്ജനൻ എന്ന് പറയുന്ന ആളുടെ ചരിത്രം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഗതതോ മമ നിബോധ, നിന്നോട് ഗതിക്കുന്ന പറയുന്നവനായിട്ടുള്ള എന്നിൽ നിന്ന് നീ കേട്ടാലും നല്ലോണം, നീ ബോധ എന്ന് പറഞ്ഞാലോ ധരിച്ചാലും, ബോധപൂർവം ശ്രദ്ധാപൂർവം അവധാനതയോടുകൂടി കേട്ടാലും എന്നർത്ഥം. അപ്പോ ഒരു പുരഞ്ജനന്റെ ഏതോ കാലത്ത് നടന്നതായിട്ടുള്ള ഒരു കഥയായിട്ട്, പരോക്ഷമായിട്ടൊരു കഥയായിട്ട് അവതരിപ്പിക്കുകയാണ്. എന്തിന്? ഇദ്ദേഹത്തിൽ ശ്രദ്ധയുണ്ടാക്കാൻ, ഇദ്ദേഹത്തിന് താല്പര്യം ജനിപ്പിക്കാനായിക്കൊണ്ട്. ഇത് വാസ്തവം പറഞ്ഞാൽ ആ പ്രാചീന ബർഹിസിന്റെ മാത്രം കഥയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണ്. നമ്മൾ ഓരോരുത്തരും ഇപ്പൊ ഈ പുരഞ്ജനന്മാരാണ്. പ്രാചീന ബർഹിസ് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും, പുരഞ്ജനന്മാർ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. പ്രാചീന ബർഹിസ് എന്ന് പറഞ്ഞാല് കിഴക്കോട്ട് ദർഭ വിരിച്ചവൻ എന്ന് അദ്ദേഹത്തെ പറഞ്ഞുവെങ്കിൽ നമ്മൾ ഓരോരുത്തരും പ്രാചീന ബർഹിസുകളാവുന്നത്, പ്രാചീനം എന്ന് പറഞ്ഞാൽ പണ്ടേ, മുമ്പേ, ബർഹിസ് എന്ന് പറഞ്ഞാൽ യാഗം, യജ്ഞം എന്നൊക്കെ അർത്ഥമുണ്ട്. ദർഭ എന്ന് മാത്രമല്ല, യജ്ഞം എന്നുള്ളതും ബർഹിസ് എന്നുള്ളതിന് അർത്ഥമുണ്ട്. അപ്പൊ പണ്ട് തൊട്ടേ യജ്ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ എന്ന് വെച്ചാൽ അവിടെ യജ്ഞം എന്ന് പറഞ്ഞാൽ കർമ്മം തന്നെ, പല കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മവാസനകളോടുകൂടിയ നമ്മൾ ഓരോരുത്തരും പ്രാചീന ബർഹിസുകളാണ്. പുരഞ്ജനൻ എന്ന വാക്കിന്റെ അർത്ഥം പുരാൻ ജനയതി, പുരങ്ങളെ ജനിപ്പിക്കുന്നവൻ. അനേക പുരങ്ങൾ എന്നാൽ ഇവിടെ ശരീരങ്ങൾ. അപ്പോ പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഡരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ എന്ന് ഭഗവത്പാദർ പാടിയ പോലെ, പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഡരേ ശയനം. വീണ്ടും വീണ്ടും ജനിച്ച് അമ്മയുടെ ഗർഭത്തിലെ പല യോനികളിൽ വന്ന് ജനിക്കുന്നവരൊക്കെ പുരഞ്ജനന്മാരാണ്. അങ്ങനെ നമ്മൾ എത്ര പുരങ്ങളെ ജനിപ്പിച്ചു നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് അറിയില്ല. എണ്ണമില്ലാത്ത ലക്ഷക്കണക്കിന് യോനികളിലൂടെ കടന്നു വന്നിട്ടായിരിക്കും നമ്മളിപ്പോൾ മനുഷ്യ ശരീരത്തിൽ എത്തിയിട്ടുണ്ടാവുക, ഈ പുരത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കഥ തന്നെയാണ് അത്. പക്ഷെ നമ്മളോട് നേരിട്ട് പറഞ്ഞാൽ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നു, നമ്മളെ പരിഹസിക്കുന്നു എന്ന് തോന്നിയാൽ നമ്മൾ അവിടെ നിൽക്കില്ല, നമുക്ക് താല്പര്യമില്ല. അപ്പൊ വേറൊരാളുടെ കഥ പറയാം എന്ന് പറഞ്ഞ് ഏതോ ഒരു പുരഞ്ജനന്റെ, ഒരു രാജാവിന്റെ കഥ പറയുകയാണ്. അത് നീ ശ്രദ്ധിച്ചു കേൾക്കൂ എന്ന് പറയുന്നു. അത് കേൾക്കുന്നു ആര്? പ്രാചീന ബർഹിസ് കഥ പറയാൻ ആരംഭിക്കുന്നു. ആസീത് പുരഞ്ജനോ നാമ രാജാ രാജൻ ബൃഹത്സ്രവാഹ തസ്യാവിജ്ഞാതനാമാസീത് സഖാ വിജ്ഞാതചേഷ്ടിതഃ. ആസീത് ഉണ്ടായിരുന്നു, പുരഞ്ജനോ നാമ രാജാ, പുരഞ്ജനൻ എന്ന പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഹേ രാജൻ, അല്ലയോ പ്രാചീന ബർഹിസ് രാജാവേ. എങ്ങനെയുള്ളവനായിരുന്നു ഈ പുരഞ്ജനൻ? ബൃഹത്സ്രവാഹ, ബൃഹത്തായ സ്രവസ്സോടുകൂടിയവൻ എന്ന് പറഞ്ഞാൽ ധാരാളം കീർത്തി കേട്ടവൻ, പ്രശസ്തനായിട്ടുള്ളവൻ എന്നൊക്കെ അർത്ഥം. അപ്പൊ പ്രശസ്തനായിട്ടുള്ള പുരഞ്ജനൻ എന്ന നാമത്തോടുകൂടിയ ഒരു രാജാവ് ഉണ്ടായിരുന്നു. തസ്യ അവിജ്ഞാതനാമ ആസീത് സഖ. തസ്യ അവന്, ആ പുരഞ്ജനന് അവിജ്ഞാതനാമ സഖ ആസീത്. അവിജ്ഞാതൻ എന്ന പേരോടുകൂടിയ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് അറിയില്ല, പേരറിയാത്തവൻ, അറിയപ്പെടാത്ത നാമത്തോടുകൂടിയവനായിട്ട് ഒരു സഖാവുണ്ടായിരുന്നു. അവിജ്ഞാത ചേഷ്ടിത. അദ്ദേഹത്തിന്റെ ചേഷ്ടിതങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ, ഈ കൂട്ടുകാരന്റെ സഖാവിന്റെ ചേഷ്ടിതങ്ങൾ, അതും അവിജ്ഞാതം, അറിയപ്പെടാത്ത വ്യാപാരത്തോടു കൂടിയ ആ ഒരു കൂട്ടുകാരൻ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ
പ്രാചീന ബർഹിസിനോട് പറയണ അങ്ങേപോലെ തന്നെ കീർത്തി കേട്ട ഒരു രാജാവ് പുരഞ്ജനൻ എന്ന പേരുള്ള ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിരുന്നു അവിജ്ഞാതനാമ, പേരറിയാത്തതായിട്ടുള്ള ഒരാൾ. ഇപ്പൊ വാസ്തവത്തില് പുരഞ്ജനൻ എന്നുള്ളത് ഓരോ ജീവന്മാരുമാണ്, നമ്മൾ ഓരോരുത്തരുമാണ് ഈ പുരഞ്ജനന്മാര്. ഇനി നമ്മുടെ കഥ തന്നെയാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ആദ്യം ഈ സ്ഥൂലമായിട്ടുള്ള കഥ അക്ഷരാർത്ഥത്തിൽ എന്താണ് പറയുന്നത് എന്ന് ഓരോ ശ്ലോകവും വായിച്ച് ആദ്യം ആ സ്ഥൂല കഥ മനസ്സിലാക്കുക. പിന്നെ അതിന്റെ സൂക്ഷ്മ തലങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. നാരദൻ ദ്വയാർത്ഥത്തോടു കൂടിയിട്ടാണ് പ്രയോഗിക്കുന്നതെല്ലാം. നമ്മൾക്ക് കുറുക്കി കൊള്ളുന്ന രീതിയിൽ ഗൂഢമായിട്ടാണ് നമ്മളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, ഇവിടെ ആരാണ് ഈ അവിജ്ഞാതനാമാവായിട്ടുള്ള സഖാവ്? അവിജ്ഞാതനാമാവായിട്ടുള്ള സഖാവ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ യഥാർത്ഥ ആത്മസ്വരൂപം തന്നെയാണ്. ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്ന ആ ചൈതന്യം, ആ ചൈതന്യത്തെയാണ് ഇവിടെ അവിജ്ഞാതനാമാവായിരിക്കുന്ന സഖാവായിട്ട് പറയുന്നത്. പുരഞ്ജനൻ എന്ന് പറയുന്നത് അതിന്റെ പ്രതിബിംബം, ക്ഷേത്രജ്ഞന്റെ പ്രതിബിംബമാണ് ജീവൻ. ഈ അന്ധകരണവുമായിട്ടും ശരീരവുമായിട്ടും താദാത്മ്യം പ്രാപിക്കുമ്പോൾ പുരഞ്ജനനാവുന്നു, തന്റെ യഥാർത്ഥ സ്വരൂപത്തെ വിസ്മരിച്ചുകൊണ്ട്. അപ്പൊ ആ ക്ഷേത്രജ്ഞ ചൈതന്യത്തിനെ അറിയുന്നില്ല, അറിയാത്തത് കൊണ്ട് അവിജ്ഞാതനാമ എന്ന് പറഞ്ഞു. അദ്ദേഹം ആരാണ് എന്താണെന്നൊന്നും ആത്മതത്വം അറിയാത്തവർക്ക് ഈ സഖാവ്, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ആത്മസ്വരൂപം, അത് അവിജ്ഞാതനാമാവാണ്. അദ്ദേഹത്തിന് പ്രവൃത്തികളും അവിജ്ഞാതമാണ് എന്ന് പറയണം. എന്ന് വെച്ചാൽ പ്രകടമായിട്ടുള്ള പ്രവൃത്തികളൊന്നും ഇല്ല ക്ഷേത്രജ്ഞനെ സംബന്ധിച്ച്. അതുകൊണ്ട് അവിജ്ഞാത ചേഷ്ടിത എന്നും പറയുകയാണ്. അറിയപ്പെടാത്ത നാമധേയം, അറിയപ്പെടാത്ത വ്യാപാരം എന്നുള്ള ഒരു സഖാവ്. ഇതിനെക്കുറിച്ച് കഥ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ നമുക്ക് ഈ പുരഞ്ജനനെ കുറിച്ച് ഇനി വിസ്തരിക്കുന്നു. എന്തൊക്കെയാണ് പുരഞ്ജനൻ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൽ അദ്ദേഹം, എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന് പുരഞ്ജനത്വം വന്നു ചേരുന്നത് എന്ന് പറയുകയാണ്. സ്വന്വേഷമാണ ശരണം ബഭ്രാമ പൃഥിവീം പ്രഭു നാനുരൂപം യഥാ വിന്ദത് അഭൂത്സവിമനായിവ. സഹ അന്വേഷമാണ ശരണം ബഭ്രാമ പൃഥിവീം പ്രഭു. സഹ പ്രഭു, ആ പ്രഭുവായിട്ടുള്ളവൻ, ശക്തനായിട്ടുള്ളവൻ രാജാവാണല്ലോ. അപ്പോ ആ രാജാവായിട്ടുള്ള പുരഞ്ജനൻ ശരണം അന്വേഷമാണ്, എവിടെയെങ്കിലും തനിക്ക് വസിക്കുവാനുള്ള വാസസ്ഥാനം ശരണമായിട്ട് അന്വേഷിക്കുന്നവനായിട്ട് പൃഥ്വീം ബഭ്രാമ, ഭൂമിയിൽ മുഴുവൻ ഭ്രമിച്ചു, ഭൂമി മുഴുവൻ കറങ്ങി എല്ലായിടത്തും തെരഞ്ഞു നല്ല വാസസ്ഥാനം ഏതാണെന്ന് നോക്കിയിട്ട് പലയിടത്തും വസിച്ചു നോക്കി. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് തൃപ്തിയായില്ല. അതാണ് അനുരൂപം യഥാ ന അവിന്ദത്, തനിക്ക് അനുരൂപമായിട്ടുള്ള സ്ഥാനം യഥാ ന അവിന്ദത്, ലഭിക്കാതിരുന്നത്, പ്രാപിക്കാതിരുന്നത്. അപ്പോൾ സഹ വിമനാഹ ഇവ അഭൂത്, അപ്പോൾ അവൻ വിമനാഹ, വിമനാഹ എന്ന് പറഞ്ഞാൽ വൈമനസ്യം ഉള്ളവൻ, വിമനസ്, വൈമനസ്യമുള്ളവനായി, സന്തോഷമില്ലാത്തവനായി, അസ്വസ്ഥനായി ഭവിച്ചു. ഇവിടെ പുരഞ്ജനൻ പല പുരികളിലും പോയി താമസിച്ചു നോക്കി, അവിടെയൊന്നും അദ്ദേഹത്തിന് തൃപ്തി കിട്ടിയില്ല എന്നാണ് താല്പര്യം. ഭൂമിയിൽ മുഴുവൻ അലഞ്ഞു എന്ന് പറഞ്ഞാലോ, ഈ ഭൂമിയിൽ അനേക ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ, യോനികളുണ്ട്. ചെറിയ ചെറിയ ഏകകോശ ജീവി തൊട്ട് കരയിൽ ജീവിക്കുന്ന വലിയ ആനയും മനുഷ്യനും വരെ, അതുപോലെ ജലജന്തുക്കൾ, അല്ലെ, പറവകൾ, പുഴുക്കൾ, ഉരകങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ളതായിട്ടുള്ള അണ്ഡജങ്ങൾ, ഉദ്ഭിജങ്ങൾ, സ്വേദജങ്ങൾ, ജരായുജങ്ങൾ എന്നുള്ള 4 വിഭാഗത്തിലും പെട്ടതായിട്ടുള്ള ജീവജാലങ്ങളിൽ പലയിടത്തും വസിച്ചു നോക്കി. എവിടെയും അദ്ദേഹത്തിന് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല, അദ്ദേഹത്തിന് സ്വസ്ഥത ഉണ്ടായില്ല എന്ന് പറഞ്ഞാലോ. ഈ ജീവൻ ഓരോ യോനികളിൽ പോയി താമസിക്കുമ്പോൾ അവിടെയൊക്കെ കുറവുകളുണ്ട് എന്നർത്ഥം, ഒന്നും പൂർണ്ണമല്ല. അവിടെയൊക്കെ വിഷയസുഖങ്ങളുണ്ട്, അല്പാൽപം സുഖങ്ങളുണ്ട്.
ഏത് കൃമിക്കുണ്ട് അതിൻ്റെതായിട്ടുള്ള സുഖം. പക്ഷേ അതിലൊന്നും പൂർണ്ണതയില്ല, തൃപ്തിയില്ല. അതുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും ബെറ്റർ 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 ശരീരങ്ങളെ അന്വേഷിച്ച് നടന്നു എന്ന് പറയണം. അങ്ങനെ ഏത് ശരീരത്തിലും തൃപ്തി കിട്ടിയില്ല, സന്തോഷം കിട്ടിയില്ല. വിഷയസുഖമുണ്ടെങ്കിലും അതിലൊന്നും ആനന്ദമില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെ സംതൃപ്തിയില്ലാതെ അലഞ്ഞു. സ്വേന്വേഷമാണ ശരണം ബഭ്രാമ പൃഥിവീം പ്രഭു നാനുരൂപം യഥാ വിന്ദത് അഭൂത്സവിമനായിവ ന സാധുമേനേതാ സർവാഹ ഭൂതലേ യാവതീഃ പുരഃ കാമാൻ കാമയമാനോസൗ തസ്യ തസ്യ ഉപപത്തയേ. അങ്ങനെ കാമാൻ കാമയമാനഃ അസൗ, വിഷയങ്ങളെ ആഗ്രഹിക്കുന്നവനായിട്ടുള്ള അവൻ, അസൗ എന്ന് പറഞ്ഞാൽ ഇവൻ, ഈ ജീവൻ അഥവാ ഈ പുരഞ്ജനൻ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഓരോ ലോകങ്ങളിൽ കറങ്ങിത്തിരിഞ്ഞു, ഭൂമിയിലൊക്കെ പല ഭാഗത്തും തിരിഞ്ഞു. എന്നിട്ട് തസ്യ തസ്യ ഉപപത്തയെ, അതാത് വിഷയങ്ങളെ പ്രാപിക്കാനായിക്കൊണ്ട് ഭൂതലേ യാവതീഹി പുരഃ താഹ സർവാഹ ന സാധുമേനെ. തസ്യ തസ്യ ഉപപത്തയെ, എല്ലാ വിഷയങ്ങളെയും അനുഭവിക്കുവാനായിക്കൊണ്ട് ഭൂതലെ യാവതീഹി പുരഃ, എത്രത്തോളം പുരങ്ങളുണ്ടോ, ഏതെല്ലാം സ്ഥാനങ്ങളുണ്ടോ, താഹ സർവാഹ, അതൊന്നും തന്നെ ആ സർവങ്ങളെയും ന സാധുമേനെ, സാധുവായിട്ട് നല്ലതായിട്ട് കരുതിയില്ല അദ്ദേഹം. എവിടെയൊക്കെ പോയി താമസിച്ചാലും കുറവുകൾ ഉണ്ടായിരുന്നു. സാധുവായിട്ട് നല്ല തൃപ്തിയായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല. എന്ന് പറഞ്ഞാൽ ഈ ജീവൻ കാമപരവശനായ ഓരോരോ ആഗ്രഹങ്ങൾ കൊണ്ട് ഓരോരോ ശരീരങ്ങളിൽ പോയി ജനിക്കുമ്പോഴും അവിടെയൊക്കെ ഏതൊക്കെയോ അസ്വാതന്ത്ര്യം, എന്തെല്ലാമോ പരിമിതികൾ അദ്ദേഹത്തെ അവിടെ അലട്ടിക്കൊണ്ടിരുന്നു, ആ ജീവനെ അലട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് വീണ്ടും വീണ്ടും പുതിയ 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 മേച്ചിൽ പുറങ്ങൾ തേടിക്കൊണ്ടേയിരുന്നു, പുതിയ പുതിയ ശരീരങ്ങൾ തേടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഏതേത് ശരീരത്തിൽ പോയാലും തൃപ്തി കിട്ടിയില്ല. അപ്പോൾ എന്താണോ ആ ആത്മസ്വരൂപത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ആനന്ദം, അത് പ്രാപിച്ചാൽ മാത്രമേ തൃപ്തി കിട്ടുള്ളൂ. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ മാത്രമേ ഈ ഒരു ആത്മജ്ഞാനം നേടാൻ സാധിക്കുള്ളൂ. അതുവരയ്ക്ക് മറ്റ് ജന്തുക്കളിൽ ഒന്നും തന്നെ ഈ ഒരു ബോധം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ആനന്ദം അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ട് തൃപ്തി ഉണ്ടായില്ല എന്ന് സൂചന. ന സാധുമേനേതാ സർവാഹ ഭൂതലേ യാവതീഃ പുരഃ കാമാൻ കാമയമാനോസൗ തസ്യ തസ്യ ഉപപത്തയേ. സ ഏകദാ ഹിമവതോ ദക്ഷിണേഷു അദസാനുഷു ദദർശ നവഭിർദ്വാർഭിഃ പുരം ലക്ഷിതലക്ഷണാം. അങ്ങനെ ഭൂമിയിൽ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞപ്പോൾ അവൻ ഏകദാ ഒരിക്കൽ ഹിമവതോ ദക്ഷിണേഷു സാനുഷു, ഹിമവാന്റെ ദക്ഷിണ സാനുക്കളിൽ, എന്നാൽ ഹിമവാന്റെ തെക്ക് ഭാഗത്തുള്ളതായിട്ടുള്ള താഴ്വാരങ്ങളിൽ, നവഭിഹി ദ്വാർഭിഹി ലക്ഷിത ലക്ഷണാം പുരം ദദർശ. നവഭിഹി ദ്വാർഭിഹി, ദ്വാർഭിഹി എന്ന് പറഞ്ഞാൽ ദ്വാരങ്ങളാൽ, ദ്വാരം ഓട്ടകൾ, കവാടങ്ങൾ, വാതിലുകൾ എന്നൊക്കെ അർത്ഥം. അപ്പൊ നവഭിഹി 9 ദ്വാരങ്ങളുള്ള, 9 കവാടങ്ങളുള്ളതായിട്ടുള്ള, 9 വാതിലുകളുള്ളതായിട്ടുള്ള ലക്ഷിത ലക്ഷണം, താൻ എന്താണോ അന്വേഷിച്ചത് ആ ലക്ഷണങ്ങളെല്ലാം ഉള്ളതോടുകൂടിയിട്ട് ലക്ഷീകരിക്കപ്പെട്ട പുരം ദദർശ, ഒരു രാജധാനിയെ കണ്ടു. തന്റെ മനസ്സിൽ എന്താണോ ഉണ്ടായിരുന്നത്, എല്ലാ ഭോഗങ്ങളും അനുഭവിക്കുവാൻ യോഗ്യമായിട്ടുള്ള ഒരു സ്ഥാനമാണ് താൻ അന്വേഷിച്ചു കൊണ്ടിരുന്നത്. അതിന് പറ്റിയതായിട്ടുള്ള പുരം ഇതാ കണ്ടെത്തി എന്ന് പറഞ്ഞാലോ, ഇവിടെ ലോകം മുഴുവൻ അലഞ്ഞ അവസാനം ഹിമവാന്റെ ദക്ഷിണ പാർശ്വത്തിൽ, ദക്ഷിണ സാനുവിൽ വന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാരതത്തിൽ വന്നു എന്നർത്ഥമാണ്. ഹിമവാന്റെ തെക്ക് ഭാഗം ഭാരതം. അപ്പൊ ഭാരതത്തില് 9 ദ്വാരങ്ങളുള്ളതായിട്ടൊരു പുരം കണ്ടെത്തി, എല്ലാ ലക്ഷണങ്ങളോടും കൂടിയതെന്ന് പറഞ്ഞാലോ ഭാരതത്തിലുള്ള മനുഷ്യ ജന്മം, മനുഷ്യ ശരീരം. ആ മനുഷ്യ ശരീരം 9 ദ്വാരങ്ങളുള്ള പുരമാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും, നവദ്വാരേ പുരേ ദേഹി നൈവ കുർവന്ന കാരയൻ. നവദ്വാരേ പുരേ, 9 ദ്വാരങ്ങളുണ്ട്. 7 മുകളിൽ തന്നെയാണ്, നമ്മുടെ ശിരസിൽ തന്നെയാണ് 7 ദ്വാരങ്ങൾ.
2 2 2 1. 2 കണ്ണ്, 2 കാത്, 2 മൂക്കിൻ്റെ ദ്വാരങ്ങൾ, 1 വായ, അങ്ങനെ 7 ദ്വാരങ്ങൾ മുകളിലും 2 ദ്വാരങ്ങൾ താഴെയും, വിസർജനത്തിനും മൂത്രവിസർജനത്തിനും ഒക്കെ ആയിട്ടുള്ള ദ്വാരങ്ങൾ താഴോട്ടും, അങ്ങനെ 7 ദ്വാരങ്ങളുള്ളത്, അതാണ് നവദ്വാരങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ശരീരം, മനുഷ്യ ശരീരം ലഭിച്ചു. അത് അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാക്കി എന്നർത്ഥം. ലക്ഷിത ലക്ഷണമായിരുന്നു അത്. തുടർന്ന് ആ പുരത്തെ വർണ്ണിക്കുകയാണ്. അദ്ദേഹം പ്രാപിച്ച ആ ഒരു പുരം, ആ പട്ടണം, അത് എന്തെല്ലാം ലക്ഷണങ്ങളുള്ളത്, എന്തെല്ലാം സൗകര്യങ്ങളുള്ളത് എന്ന് വർണ്ണിക്കുകയാണ്. പ്രാകാരോപവനാട്ടാല പരിഘൈരക്ഷതോരണൈ സ്വർണരൗപ്യായസൈ ശൃംഗൈ സങ്കുലാം സർവതോ ഗൃഹൈ നീലസ്ഫടിക വൈഡൂര്യമുക്താമരകദാരുണൈ ക്ലുപ്തഹർമ്മ്യസ്ഥലീം ദീപ്താം ശ്രിയാ ഭോഗവതീമിവ സഭാചത്വരരത്യാഭിഃ ആക്രീഡായതനാഭണൈഃ ചൈത്യധ്വജപതാകാഭിഃ യുക്താം വിദ്രുമവേദിഭിഃ. ഇതാണ് ആ പുരിയെ വിശേഷിപ്പിച്ച 3 ശ്ലോകങ്ങൾ. എങ്ങനെയുള്ളതാണ് ഈ പുരി? ആ പുരിയെ വളരെ വിശിഷ്ടമായിട്ട് വർണ്ണിക്കുകയാണ്. പ്രാകാര ഉപവന അട്ടാല പരിഗൈഃ അക്ഷതോരണൈഃ സ്വർണ രൗപ്യ ആയസൈഃ ശൃംഗൈഃ സങ്കുലാം സർവതോ ഗൃഹൈഃ. ഇപ്പൊ പ്രാകാരം, ഉപവനം, അട്ടാലം, പരിഗം, ഇതാണ് ആദ്യത്തെ പദത്തിൽ വിശേഷിപ്പിച്ചത്. പ്രാകാരം എന്ന് പറഞ്ഞാൽ മതിലുകളാണ്, ഉപവനം എന്ന് പറഞ്ഞാൽ ഉദ്യാനങ്ങളാണ്, അട്ടാലം എന്ന് പറഞ്ഞാൽ മട്ടുപ്പാവുകൾ, ബാൽക്കണികൾ. അട്ടാലം എന്നൊക്കെ പറയുന്നത് മുകൾ ഭാഗത്ത് എലിവേറ്റഡ് ആയിട്ടുള്ള ഏരിയകൾ, ബാൽക്കണികൾ എന്ന് പറയാം. അതാണ് മട്ടുപ്പാവുകൾ, അട്ടാലം. അതുപോലെ പരിഘം എന്ന് പറഞ്ഞാൽ കിടങ്ങുകളാണ്. അപ്പോൾ ഈ പുരത്തിന് ചുറ്റും എന്തുണ്ട്? നല്ല പ്രാകാരങ്ങളുണ്ട്. പ്രാകാരങ്ങൾ വൻമതിലുകളാണ്. വൻമതിലുകൾ കൊണ്ട് രക്ഷിക്കപ്പെട്ടതാണ് ഈ പുരം. ഉപവനങ്ങൾ കൊണ്ട് അലങ്കൃതമാണ്. അപ്പോൾ ഉദ്യാനങ്ങളുണ്ട്, ഉല്ലസിക്കാനായിക്കൊണ്ട്, നേരം പോകാനായിക്കൊണ്ട്, കാറ്റുകൊള്ളാനായിക്കൊണ്ട്, വിശ്രമിക്കാനായിക്കൊണ്ടുള്ള ഉപവനങ്ങളുണ്ട്. അട്ടാലങ്ങൾ, വൈകുന്നേരങ്ങളിൽ മട്ടുപ്പാവിലിരുന്നുകൊണ്ട് കാറ്റുകൊള്ളാനും രാത്രിയിൽ ചന്ദ്രദർശനം ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ബാൽക്കണികൾ, നക്ഷത്രങ്ങളെയൊക്കെ നോക്കിക്കൊണ്ട് നിലാവ് ആസ്വദിച്ചു കൊണ്ടിരിക്കാനുള്ള അട്ടാലങ്ങളുണ്ട്. പരിഘങ്ങൾ, രക്ഷയ്ക്കായിക്കൊണ്ട് കിടങ്ങുകളുണ്ട് ഈ കോട്ടയ്ക്ക് ചുറ്റും, ഈ പുരത്തിന് ചുറ്റും. അതുപോലെ അക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ജനാലകൾ, വാതായനങ്ങൾ ഒക്കെയാണ്. അപ്പൊ ജനലുകളുണ്ട്. തോരണങ്ങൾ എന്ന് പറഞ്ഞാൽ കമാനങ്ങൾ, വാതിൽ, കട്ടിളകൾ, അതിനൊക്കെ തോരണങ്ങൾ എന്ന് പറയും. ഡെക്കറേറ്റഡ് ആയിട്ടുള്ള വാതിൽ പടികൾ, അതിനൊക്കെ തോരണങ്ങൾ എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള വാതിലുകളും വാതിൽ പടികളും കട്ടിളകളും കമാനങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ സ്വർണ രൗപ്യ ആയസൈഹി ശൃംഗൈഹി, സ്വർണം, രൗപ്യം, ആയസം. സ്വർണമാണ്, രൗപ്യം രൂപ്യം അഥവാ വെള്ളി, ആയസം അയസ് കൊണ്ടുണ്ടാക്കിയത്, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള ശൃംഗൈഹി, കൊടുമുടികൾ പോലെയുള്ളതായിട്ടുള്ള ശിഖരങ്ങൾ. ഈ കെട്ടിടങ്ങൾക്കും മറ്റുമൊക്കെ ശിഖരങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന, എന്ന് വെച്ചാൽ ഗോപുരങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സർവതോ ഗൃഹൈഹി സങ്കുലം, 4 ഭാഗത്തും ഗൃഹങ്ങളോടും കൂടി തിങ്ങി നിറഞ്ഞിരിക്കുന്നതാണ് ഈ പുരം എന്ന ആദ്യത്തെ വിശേഷണം. പ്രാകാരങ്ങൾ, ഉപവനങ്ങൾ, അട്ടാലങ്ങൾ, പരിഘങ്ങൾ, തോരണങ്ങൾ, അക്ഷങ്ങൾ ഇവ കൊണ്ട് അലങ്കൃതവും നിറഞ്ഞിരിക്കുന്നതും, സ്വർണം, വെള്ളി, ഇരുമ്പ് ഇവ കൊണ്ട് നിർമ്മിച്ച ഗോപുര ശിഖരങ്ങളോടും എല്ലായിടത്തും ഗൃഹങ്ങൾ സങ്കുലമായി തിങ്ങി നിറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള ഒരു പുരം. അപ്പോൾ ഇത് പുരത്തെ വർണ്ണിച്ചു. നല്ല പുരം. അതിൻ്റെ ഈ ഓരോ ഓരോ വിശേഷണങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് എങ്ങനെ യോജിപ്പിക്കാം എന്നാണെങ്കിൽ, മതിലുകൾ എന്ന് പറഞ്ഞാൽ ജീവനെ മറയ്ക്കുന്നതായിട്ടുള്ള നമ്മുടെ പഞ്ചകോശങ്ങളൊക്കെ തന്നെ. അന്നമയം, പ്രാണമയം,
മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം മുതലായിട്ടുള്ള കോശങ്ങളൊക്കെ പ്രാകാരങ്ങളാണ് ആത്മാവിനെ മറയ്ക്കുന്നത്. മതിലിൻ്റെ ധർമ്മം എന്താ? മറയ്ക്കലാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ ആത്മാവിനെ മറയ്ക്കുന്നത് ഈ കോശങ്ങൾ. അതുകൊണ്ട് അവയെ മതിലായിട്ട് പറയാം. അതുപോലെ പൂന്തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷയങ്ങളാണ്. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ വിവിധ പൂക്കളായിട്ട് നമ്മളെ ആകർഷിക്കുന്നു, നമ്മൾക്ക് സുഖം നൽകുന്നു. അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളെ പൂന്തോട്ടമായിട്ടും, അതുപോലെ തന്നെ നമ്മുടെ മുഖം തന്നെയാണ് അട്ടാലം. ഉയർന്നിരിക്കുന്നതായിട്ടുള്ള, എല്ലാം കാണാനും കേൾക്കാനും ഉള്ളതായിട്ടുള്ള മട്ടുപ്പാവ്, ബാൽക്കണി. നമ്മുടെ ഈ ശരീരമാകുന്ന പുരത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് നമ്മുടെ മുഖമാകുന്ന അട്ടാലം. അപ്പോൾ ഈ നമ്മുടെ മുഖത്തെ തന്നെ അട്ടാലമായിട്ട് പറയാം. ഇനി പരിഗങ്ങൾ എന്ന് പറഞ്ഞാൽ കിടങ്ങുകളാണ്. അപ്പോൾ നമുക്ക് പ്രവേശിക്കാൻ പ്രയാസമേറിയതായിട്ടുള്ള വിഷയങ്ങൾ, അത് നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. നിഷേധിക്കപ്പെട്ട വിഷയങ്ങൾ, ഇതൊക്കെ കിടങ്ങുകളായിട്ട് ഉപമിക്കാം. അതുപോലെ തന്നെ സ്വർണം, വെള്ളി, ഇരുമ്പ്, ശിഖരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലും ഈ പറഞ്ഞ ധാതുക്കളുണ്ട്. വെളുത്തതും ചുവന്നതും കറുപ്പും ഒക്കെ ആയിട്ടുള്ള പലതരത്തിലുള്ളതായിട്ടുള്ള ധാതുക്കളുണ്ട്. ആ ധാതുക്കൾ കൊണ്ട് നിർമ്മിതമാണ് നമ്മുടെ ശരീര അവയവങ്ങൾ. അതുപോലെ ജനലുകൾ എന്ന് പറഞ്ഞ, അക്ഷങ്ങൾ എന്ന് പറഞ്ഞു, നമ്മുടെ ശരീരത്തിലെ ഓരോ ദ്വാരങ്ങൾ, കണ്ണ്, മൂക്ക്, വായ, ചെവിയൊക്കെ ജനലുകളാണ്, അല്ലേ? തുറന്നിട്ടിട്ടുണ്ട് ലോകത്തിലേക്ക്, പുറത്തേക്കുള്ള വിഷയങ്ങളെ കാണാനും കേൾക്കാനും. അതുപോലെ നമ്മുടെ തോരണങ്ങൾ എന്ന് പറയുമ്പോൾ രോമരാജികൾ തോരണങ്ങളാവാം, പല്ലുകൾ തോരണങ്ങളാവാം. ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന വഴിയിലൊക്കെയുള്ള ആ വാതിലുകൾ, വാതിൽ പടികൾ, ഡെക്കറേഷൻസ് ഒക്കെ തോരണങ്ങളായിട്ട് പറയാം. അതുപോലെ വിവിധ ഗൃഹങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവൻ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് തന്നെ പല ഭാഗത്തായിട്ട് പല സ്ഥാനങ്ങളിൽ മാറി 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 വസിക്കുന്നതായിട്ട് നമുക്ക് അനുമാനിക്കാം. ജീവന്റെ അഭിമാനം, മൂലാധാരം, മണിപൂരകം, സ്വാധിഷ്ഠാനം, അനാഹതം, ആജ്ഞ, വിശുദ്ധി മുതലായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് മാറി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പല വീടുകൾ, പല മാളികകൾ ഉള്ളിലുണ്ട്. അതിലേക്കൊക്കെ പല ഗൃഹങ്ങളിലും മാറി മാറി താമസിക്കാവുന്ന സൗകര്യമുണ്ട് ഈ കോട്ടയ്ക്കകത്ത്, ഈ പുരത്തിനകത്ത് എന്നൊക്കെയുള്ള സൂചനയാണ്. ഇതെല്ലാം പുരത്തിലുള്ളതെല്ലാം നമ്മുടെ ശരീരത്തിലും ഉണ്ട്. അതുകൊണ്ട് അതിനെ ചേർത്ത് വായിക്കേണ്ടതാണ്. നീലസ്ഫടിക വൈഡൂര്യമുക്താമരകദാരുണൈഃ ക്ലുപ്തഹർമ്മ്യസ്ഥലീം ദീപ്താം ശ്രിയാ ഭോഗവതീം ഇവ. ആ പുരഞ്ജനൻ കണ്ടെത്തിയ പുരത്തില് എന്തൊക്കെയുണ്ട്? നീലം, സ്ഫടികം, വൈഡൂര്യം, മുത്ത്, മരതകം, അരുണം. അപ്പൊ ഇങ്ങനെയുള്ള നീലരത്നം, സ്ഫടികം, വൈഡൂര്യരത്നം, മുത്തുകള്, പച്ചക്കല്ലുകള്, മാണിക്യം എന്ന് പറഞ്ഞാൽ ചുവന്ന കല്ലുകളാണ്. അങ്ങനെ അരുണൈഹി, ഇങ്ങനെയുള്ള കല്ലുകളെ കൊണ്ട്, കല്ലുകൾ പതിച്ചിരിക്കുന്ന, രത്നങ്ങൾ പതിച്ചിരിക്കുന്നതായിട്ടുള്ള ഹർമ്മ്യ സ്ഥലങ്ങൾ, പല കെട്ടിടങ്ങളും ഇങ്ങനെയുള്ള രത്നങ്ങൾ പതിച്ചതാണ്. അതൊക്കെ ഭൂമി, നിലമെല്ലാം ടൈൽസ് പതിച്ച പോലെ ഇവിടെ കല്ലുകൾ പതിച്ചിരിക്കുന്നു എന്നർത്ഥം. അതിന്റെ ദീപ്തം, അതിന്റെ കാന്തി കൊണ്ട്, അതിന്റെ ശ്രിയ, അതിന്റെ ഐശ്വര്യം കൊണ്ടൊക്കെ ഭോഗവതിയും ഇവ. ഭോഗവതി എന്നുള്ളത് നാഗങ്ങളുടെ നഗരമാണ്. പാതാള ലോകത്ത് നാഗങ്ങൾ വസിക്കുന്ന ലോകത്തിന്റെ പേരാണ് ഭോഗവതി. അനന്തനും വാസുകിയും അതുപോലെയുള്ളതായിട്ടുള്ള വിശിഷ്ട സർപ്പങ്ങളൊക്കെ വസിക്കുന്നതായിട്ടുള്ള ലോകം ഭോഗവതി. ഭോഗികളുടെ ലോകം ഭോഗവതി. അപ്പൊ അതുപോലെ അവിടെ ധാരാളം രത്നങ്ങളായിരിക്കും. കാരണം എല്ലാ സർപ്പങ്ങളുടെയും, അല്ലേ, അവരുടെ ശിരസിൽ നിന്ന് രത്നങ്ങൾ ഉണ്ടാവുമല്ലോ, മാണിക്യങ്ങൾ ഉണ്ടാവും, പലതരത്തിലുള്ളതായിട്ടുള്ള രത്നങ്ങൾ സർപ്പങ്ങളുടെ അവയവങ്ങളിൽ നിന്ന്, ശരീരത്തിൽ നിന്നുണ്ടാകുന്നു. അതുപോലെ നിറഞ്ഞിരിക്കുന്ന ഐശ്വര്യത്തോടു കൂടിയ രത്നങ്ങൾ നിറഞ്ഞതാണ് ഈ ഹർമ്മ്യസ്ഥലി, ഭൂമി, അല്ലെങ്കിൽ മാളികത്തറകൾ എന്നാണ് പറയാം. ആ മാളികത്തറകളൊക്കെ ധാരാളം രത്നങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്ന്. ഇപ്പൊ
ഇപ്പോൾ ഇവിടെ നമ്മുടെ ശരീരത്തിലാണെങ്കിലും ഈ രത്നങ്ങളുടെ വർണ്ണത്തിലുള്ളതായിട്ടുള്ള പല വർണ്ണത്തിലുള്ളതായിട്ടുള്ള നാഡികൾ നിറഞ്ഞതും, അതുപോലെ ഹൃദയം, ഭ്രൂമധ്യം മുതലായിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ ഇതിലെ കേന്ദ്രങ്ങളായിട്ടുള്ള സ്ഥാനങ്ങളാണ്. അപ്പോൾ ഇവിടെ ജീവന്റെ ഭൂമികകളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഭോഗവതിയും ഇവ ഓരോരോ ഭോഗങ്ങൾ അനുഭവിക്കാനുള്ളതായിട്ടുള്ള സ്ഥാനങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ ഭോഗവതിയും ഇവ ഭോഗവതിയെ പോലെ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഭോഗങ്ങളെല്ലാം നിറഞ്ഞതാണ് നമ്മുടെ ഈ മനുഷ്യ ശരീരം. എല്ലാ ഭോഗങ്ങളും അനുഭവിക്കുവാൻ എല്ലാം തികഞ്ഞതാണ് മനുഷ്യ ശരീരം. മനുഷ്യ ശരീരത്തെക്കാൾ വേറെ ശ്രേഷ്ഠമായിട്ട് മറ്റൊരു ശരീരം ഇല്ല. അപ്പൊ നമ്മളത് കിട്ടിയതിൻ്റെ ഒരു ഭാഗ്യം തിരിച്ചറിയണം. എന്തെല്ലാം സൗകര്യങ്ങൾ നിറഞ്ഞതാണ് ഈ ശരീരം, ഈ മനുഷ്യ ശരീരം. ഇത് കിട്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഇതിനെ പാഴാക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിന്തിക്കേണ്ടതാണ് നൃത്തം. ലബ്ധ്വാ കഥഞ്ചിത് നരജന്മ ദുർലഭം തത്രാപി പുംസ്ത്വം ശ്രുതിപാരദർശനം യസ്തു ആത്മമുക്തൗ ന യഥേത മൂഢധീഹി സഹി ആത്മഹ സ്വം വിനിഹന്ത്യസദ്ഗ്രഹാത്. എങ്ങനെയോ കഥഞ്ചിത് ദുർലഭം നരജന്മ ലബ്ധ്വ, ഈ മനുഷ്യജന്മം ലഭിച്ചിട്ട് അതിലും സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള പൗരുഷം നമുക്കുണ്ട്, പ്രവർത്തിക്കാനുള്ള ശക്തിയുണ്ട്. തത്രാപി പുംസ്ത്വം, അതുപോലെ ശ്രുതിപാര ദർശനം, വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ അറിയാനുള്ളതായിട്ടുള്ള സാഹചര്യം കിട്ടി, അതെല്ലാം ദർശിക്കാൻ സാധിച്ചു. എന്നിട്ടും യഹതു ആത്മമുക്തൗ ന യഥേത, ആരാണോ തന്റെ മുക്തിക്ക് പ്രയത്നം ചെയ്യാത്തത്, മൂഢധീഹി, മൂഢബുദ്ധിയായിട്ടുള്ളവൻ, ദേഹാദികളിൽ ലോക വിഷയങ്ങളിലൊക്കെ മോഹിച്ചിരിക്കുന്നവൻ, മൂഢധീഹി സഹി ആത്മഹ, അവൻ ആത്മഹന്താവാകുന്നു, ആത്മഹത്യ ചെയ്യുന്നവനാകുന്നു. സ്വം വിനിഹന്തി, അവനവനെ തന്നെ നശിപ്പിക്കുന്നു. അസദ്ഗ്രഹാത്, അസത്തായിട്ടുള്ള ദേഹാദികളെ താനെന്ന് ധരിച്ചിട്ട്. അത്രയും വിശിഷ്ടമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ഈ പുരം കിട്ടിയിട്ട് നമ്മൾ ഇതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കാനും കൂടി ഇതിന്റെ ഒരു ദുർലഭമായിട്ടുള്ള ആ മഹത്വത്തെ ചിന്തിക്കാം. സഭാ ചത്വരരത്യാഭി ആക്രീഡായതനാപണൈഹി ചൈത്യധ്വജ പതാകാഭി യുക്താം വിദ്രുമവേദിഭി. അപ്പോ സഭ, രാജധാനിയില് കൊട്ടാരത്തില് സഭകളുണ്ടാവും, പലതിനും സമ്മേളിക്കാനായിക്കൊണ്ട്. അപ്പൊ അങ്ങനെ രാജസഭ പോലെയുള്ളത്. അതുപോലെ ചത്വരം, ചത്വരം എന്ന് പറഞ്ഞാൽ മുറ്റം എന്നർത്ഥമാണ്. രഥ്യ എന്ന് പറഞ്ഞാൽ വഴികളാണ്. രഥം പോകുന്ന വഴിക്കാണ് രഥ്യ എന്ന് പറയുക. വലിയ വഴികൾ, വലിയ തെരുവുകൾ, വലിയ വീഥികൾ എന്നൊക്കെ അർത്ഥം രഥ്യ, സഞ്ചാരയോഗ്യമായിട്ടുള്ള രഥ്യകൾ. അതുപോലെ ആക്രീഡ ആയതന ആപണൈഹി, ആ ക്രീഡം എന്ന് പറഞ്ഞാൽ കളിക്കാനുള്ള സ്ഥാനം, പലതരത്തിലുള്ളതായിട്ടുള്ള ക്രീഡകൾക്കുള്ളതായിട്ടുള്ള സ്ഥാനം. അതുപോലെ ആയതനം എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുവാനുള്ളതായിട്ടുള്ള സ്ഥാനം. ആപണം എന്ന് പറഞ്ഞാൽ കച്ചവട സ്ഥാനങ്ങള്, കടകളും അങ്ങാടികളും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ ആപണങ്ങളാണ്. അതുപോലെ ചൈത്യം എന്ന് പറഞ്ഞാൽ ഈശ്വരാരാധനയ്ക്കുള്ള സ്ഥാനങ്ങളാണ്. ക്ഷേത്രങ്ങളെയും ഭജനമഠങ്ങളെയും ഈശ്വരാരാധന ചെയ്യുന്നതായിട്ടുള്ള സ്ഥാനങ്ങളെയൊക്കെ ചൈത്യങ്ങൾ എന്ന് പറയും. അതുപോലെ ധ്വജ പതാകാഭിഹി, ധ്വജങ്ങൾ, പതാകകൾ, വലിയ കൊടികൾ, അതുപോലെ പതാകകൾ, കൊടിക്കൂറകൾ, ഇങ്ങനെയൊക്കെ കൊണ്ടും യുക്താം നിറഞ്ഞിരിക്കുന്നതും. വിദ്രുമവേദിഭിഹി, വിദ്രുമവേദി, വിദ്രുമം പവിഴമാണ്, പവിഴം പതിച്ചിരിക്കുന്ന, പവിഴം കൊണ്ട് നിർമ്മിച്ച വേദികൾ. വേദികൾ എന്ന് പറഞ്ഞാൽ ഉയർന്ന കോലായകൾ, ഉയർന്നതായിട്ടുള്ള സ്ഥാനങ്ങളാണ് വേദികൾ എന്ന് പറയുന്നത്. അപ്പൊ കോലായകളൊക്കെ പവിഴം പതിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ രാജധാനിക്ക് ഉചിതമായിട്ടുള്ള സഭയുണ്ട്, മുറ്റങ്ങളുണ്ട്, രഥ്യകളുണ്ട്, ക്രീഡാസ്ഥാനങ്ങളുണ്ട്, ആയതനങ്ങൾ, വാസസ്ഥാനങ്ങൾ, ആപണങ്ങൾ, ക്ഷേത്രങ്ങളും പോലെയുള്ള ചൈത്യങ്ങൾ, ധ്വജങ്ങൾ, പതാകകൾ, ഇതെല്ലാം കൊണ്ട് നിറഞ്ഞതാണ് ഈ പുരം. പവിഴങ്ങൾ കൊണ്ട്, പവിഴക്കല്ലുകൊണ്ട് പടുത്തിരിക്കുന്നതായിട്ടുള്ള കോലായകളോടും കൂടിയത്. അപ്പൊ ഇവിടെ
ഈ രാജാവ് എന്ന് പറഞ്ഞത് ജീവാത്മാവിനെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇരുന്ന് കാര്യങ്ങളൊക്കെ നടത്തുവാനുള്ളതായിട്ടുള്ള സഭ ഏതാണ്? ഇവിടുത്തെ സഭ അന്ധക്കരണമാണ് സഭ. ജീവൻ അന്ധക്കരണത്തിലാണ് പ്രതിഫലിക്കുന്നത്, എപ്പോഴും സാന്നിധ്യം ചെയ്യുന്നത്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നിവയോട് ചേർന്നിരിക്കുന്ന അന്ധക്കരണം തന്നെയാണ് ഇവിടെ മുറ്റം അല്ലെങ്കിൽ സഭ എന്ന് പറയുന്നത്. ചത്വരം എന്ന് പറയുന്നത് മുറ്റമാണ്. ഏത് ഭാഗത്തേക്കും തിരിയാവുന്നതായിട്ട് 4 ഭാഗത്തേക്കും 4 ദിക്കുകളിലേക്കും തിരിയാവുന്നതായിട്ടുള്ള സ്ഥാനം. അത് നമ്മുടെ മുഖം തന്നെയാണ്. ആ മുഖത്തിൽ നിന്ന് മൂക്കിലേക്കും കണ്ണിലേക്കും വായിലേക്കും ചെവിയിലേക്കും ഒക്കെ ദ്വാരങ്ങൾ തുറക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും തുറക്കുന്നതാണ്. അതുപോലെ ആപണം എന്ന് പറഞ്ഞ വ്യാപാര സ്ഥലം. ഇപ്പൊ ജീവന്റെ വ്യാപാരങ്ങൾ നടക്കുന്നത് കൂടുതലും മനസ്സിലാണ്. മനോവ്യാപാരമാണ് നമുക്ക് ഏറ്റവും അധികം. അപ്പോൾ മനസ്സിനെ തന്നെ കച്ചവട സ്ഥാനങ്ങളായിട്ടും അതുപോലെ വിശ്രമസ്ഥാനമായിട്ട് ചിത്തത്തിലാണ് വിശ്രമം. ഇങ്ങനെ അഹങ്കാര രൂപമായിട്ടുള്ള ധ്വജം, നമ്മുടെ അഹങ്കാരമാണ് പൊങ്ങി നിൽക്കുന്നതായിട്ടുള്ള നമ്മുടെ ധ്വജം എന്ന് പറയുന്നത്. കൊടിക്കൂറകൾ എന്ന് പറയുന്നത് അതിൽ തൂങ്ങിയാടുന്നതായിട്ടുള്ള അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം മുതലായിട്ടുള്ള ക്ലേശവൃത്തികളെ കൊടിക്കൂറകൾ എന്ന് പറയാം. അതുപോലെ പവിഴക്കല്ല് വിരിച്ചിരിക്കുന്ന കോലായകൾ എന്ന് പറയുമ്പോൾ മൂലാധാരം മുതലായിട്ടുള്ള സ്ഥാനങ്ങൾ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള മഹാരാജധാനിക്ക് ഉപമിക്കാവുന്നതായിട്ടുള്ള ശരീരമാണ് ഈ മനുഷ്യ ശരീരം. ഇതിലെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതിന്റെ സമൃദ്ധി എല്ലാം നമ്മൾ തിരിച്ചറിയുക. ഇത്രയും മഹത്തായിട്ടുള്ള ഈ ശരീരം, മനുഷ്യ ശരീരം കിട്ടി. ഇതിലാണ് അവന് കുറച്ചുകൂടി ഒരു സന്തോഷമായത്, എല്ലാ സൗകര്യം ഉള്ളത് കൊണ്ട്. പിന്നെ അങ്ങനെ ആ പുരിയുടെ പുറത്തേക്ക് ഉപവനത്തിലേക്ക് അവൻ ഇറങ്ങുമ്പോൾ അവിടെ വെച്ച് ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നു, ഒരു പ്രമദയെ. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പുര്യാസ്തു ബാഹ്യോപവനെ ദിവ്യദ്രുമലതാകുലേ നദദ്വിഹങ്കാളികുല കോലാഹല ജലാശയേ ഹിമനിർജര വിപൃഷ്മത് കുസുമാകരവായുന ചലത്പ്രവാള വിടപനളിനീ തടസമ്പതി നാനാരണ്യമൃഗവ്രാതൈഃ അനാബാധേ മുനിവ്രതൈഃ ആഹൂതം മന്യതേ പാന്ധോ യത്ര കോകിലകൂചിതൈഃ യദൃച്ഛയാ ആഗതാം തത്ര ദദർശ പ്രമദോത്തമാം ഭൃത്യൈർദശഭിരായാന്തീം ഏകൈകശതനായകൈഃ. അപ്പോ പുര്യാസ്തു ബാഹ്യ ഉപവനേ, പുരിയുടെ പുറത്ത് ബാഹ്യദേശത്തുള്ള ഉപവനം, ഉദ്യാനം. അപ്പൊ ഈ പുരിയുടെ പുറത്തൊരു ഉദ്യാനമുണ്ട്. അതാണ് ഉദ്യാനം. ഇവിടെ കൊട്ടാരത്തിന് പുറത്ത് അല്ലെങ്കിൽ പുരിയുടെ പുറത്ത് ഉദ്യാനമുണ്ട് എന്നുള്ളത് രാജാവിന്റെ പക്ഷത്തില്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് പുറത്തുള്ള വിഷയങ്ങൾ തന്നെയാണ് നമ്മളെ ഭ്രമിപ്പിക്കുന്ന പലതരത്തിലുള്ള പുഷ്പങ്ങൾ, അല്ലെ? ശബ്ദസ്പർശ രൂപരസ ഗന്ധരൂപത്തിലുള്ളതായിട്ടുള്ള വിവിധ വിഷയങ്ങൾ തന്നെയാണ്. പല വർണ്ണത്തിലുള്ളതായിട്ടുള്ള, പല രൂപത്തിലുള്ള, പല ഗന്ധത്തിലുള്ളതായിട്ടുള്ള വിഷയങ്ങൾ നമ്മളെ ആകർഷിക്കുന്നു. അതാണ് ഇവിടുത്തെ ബാഹ്യ ഉപവനം. അവിടെ എന്തൊക്കെയുണ്ട്? ദിവ്യദ്രുമലതാകുലേ, ദിവ്യങ്ങളായിട്ടുള്ള ദ്രുമങ്ങളും ലതകളും, വൃക്ഷങ്ങളും ലതകളും ആകുലം തിങ്ങി നിറഞ്ഞിരിക്കുന്നതും. നദദ്വിഹങ്കാളികുല കോലാഹല ജലാശയേ, നദത് എന്ന് പറഞ്ഞാൽ നദിക്കുക, ശബ്ദിക്കുക. ശബ്ദിക്കുന്നതായിട്ടുള്ള വിഹംഗങ്ങൾ, പക്ഷികളുണ്ട്. അളികുലം, വണ്ടിന്റെ കൂട്ടങ്ങള്, അവയുടെയൊക്കെ കോലാഹലത്തോടു കൂടിയ ജലാശയം. ആ ഉദ്യാനത്തില് ഒരു ജലാശയമുണ്ട്, ഒരു വാപി, ഒരു സരസ്സുണ്ട്. ആ സരസ്സില് ഈ ജലത്തിൽ വിഹരിക്കുന്നതായിട്ടുള്ള അരയന്നങ്ങളും താറാവുകളും കുളക്കോഴികളും അതുപോലെയുള്ളതായിട്ടുള്ള പക്ഷികളൊക്കെ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടുകൾ താമരകളും ആമ്പലുകളിലും ഒക്കെ ഉള്ളതായിട്ടുള്ള തേൻ കുടിക്കാനായി കൊണ്ട് മൂടി പറക്കുന്നുണ്ട്. അതാണ് നദത് വിഹംഗ അളികുല കോലാഹല ജലാശയേ. അങ്ങനെയുള്ള ജലാശയത്തോട് കൂടിയതുമായിരിക്കുന്ന ആ ബാഹ്യ ഉപവനത്തിൽ, ഉദ്യാനത്തിൽ
ഹിമനിർജര വിപ്രുഷ്മത് കുസുമാകരവായുന ചലത്പ്രവാള വിടപ നളിനീതടസമ്പതി. ഹിമനിർജര വിപ്രുഷ്മത് കുസുമാകരവായുന. ഹിമനിർജരം എന്ന് പറഞ്ഞാല് മഞ്ഞ് ഒഴുകുന്നത്, മഞ്ഞിന്റെ നദി, മഞ്ഞിന്റെ പ്രവാഹം ആണ് ഹിമനിർജരം. അപ്പൊ മഞ്ഞൊഴുകിയുണ്ടായിട്ടുള്ള നദികൾ, അങ്ങനെയുള്ള നദികളിൽ നിന്ന് വിപ്രുഷ്മത് എന്ന് പറഞ്ഞാൽ അതിന്റെ തുള്ളി സ്പർശത്തോടു കൂടിയത് എന്നൊക്കെ അർത്ഥമാണ്. കുസുമാകരവായുന, വായു കുസുമാകരവായുവാണ് എന്ന് വെച്ചാൽ പുഷ്പങ്ങളുടെ സുഗന്ധം കൊണ്ടുവരുന്നതായിട്ടുള്ള വായു, പുഷ്പങ്ങളിൽ തട്ടി വീശുന്ന നല്ല സുഗന്ധത്തോടു കൂടിയതായിട്ടുള്ള വായു കൊണ്ടും, അതുപോലെ ചലത് പ്രവാള വിടപ നളിനീ തടസമ്പതി, ചലിക്കുന്നതായിട്ടുള്ള പ്രവാളങ്ങൾ എന്ന് പറഞ്ഞാൽ തളിരുകൾ, ഇളകിക്കൊണ്ടിരിക്കുന്ന, കാറ്റത്ത് ഇളകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള തളിരുകളോട് കൂടിയതായിട്ടുള്ള വിടപങ്ങൾ എന്ന് പറഞ്ഞാല് കൊമ്പുകൾ, ആ കൊമ്പുകളോടും നളിനീ തടസമ്പതി. ആ നളിനി എന്ന് പറഞ്ഞാൽ തടാകമാണ്, നളിനങ്ങൾ ഉള്ളത് നളിനി. ആ തടാകത്തിന്റെ തടത്തിൽ തീരത്തുള്ള ഐശ്വര്യങ്ങൾ, ശോഭ, സമ്പത്ത്, അങ്ങനെയുള്ള, അപ്പൊ തീരങ്ങളില് ഈ തടാകത്തിന്റെ തീരങ്ങളില് നല്ല നല്ല സസ്യലതാദികള് തളിരുകളോടുകൂടി അതിന്റെ കൊമ്പുകളൊക്കെ ഇങ്ങനെ കാറ്റത്ത് ഇളകിക്കൊണ്ടിരിക്കുന്നു വായുവിന്റെ ഇതിനനുസരിച്ച്. അങ്ങനെയുള്ള ശോഭയോട് കൂടിയതും നാനാ അരണ്യ മൃഗവ്രാതൈഹി അനാബാധേ മുനിവ്രതൈഹി, അനേക വിധങ്ങളായിട്ടുള്ള കാട്ടുമൃഗങ്ങളുടെ സംഘങ്ങൾ കൊണ്ട് അനാബാധെ, ബാധയില്ലാതിരിക്കുന്നതും, കാട്ടുമൃഗങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല, പലതരത്തിലുള്ള സിംഹങ്ങളോ വ്യാഘ്രങ്ങളോ കരടികളോ ഒന്നും വന്ന് ഉപദ്രവിക്കാത്തത് അനാബാധമാണ്. അങ്ങനെയുള്ള മുനിവ്രതൈഹി, മൗനം ദീക്ഷിച്ചിരിക്കുന്നതായിട്ടുള്ള സ്ഥാനങ്ങൾ അങ്ങനെയുണ്ട്. മൗനവ്രതത്തോടു കൂടിയതായിട്ടുള്ള സ്ഥാനങ്ങളുണ്ട്. മൃഗങ്ങളൊന്നും ബാധിക്കാത്തതായിട്ടുള്ള സ്ഥാനങ്ങളുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള എത്ര കോകില കൂചിതൈഹി, എവിടെയാണോ കോകിലങ്ങൾ, കുയിലുകൾ കൂവുന്നത്, അങ്ങനെയുള്ള ആ കോകില കൂചിതങ്ങളെ കൊണ്ട് പാന്തഹ ആഹൂതം മന്യത, വഴിപോക്കരായിട്ടുള്ള ആളുകള് നമ്മളെ വിളിക്കുകയാണോ ഈ കുയിലുകൾ എന്ന് തോന്നുന്നത് പോലെയുള്ള ആ കുയിലുകളുടെ നാദത്തോടു കൂടിയതും, അങ്ങനെ വൃക്ഷങ്ങളും ഇതെല്ലാം നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ പുരിയുടെ ബാഹ്യ പൂന്തോട്ടത്തില് യദൃച്ഛയാ ആഗതാഹ ഏകൈക ശതനായകൈഹി ദശഭിഹി ഭൃത്യൈഹി ആയാന്തീം പ്രമദോത്തമാം ദദർശ. യാദൃച്ഛികമായി വന്നു ചേർന്നവൾ, യദൃച്ഛയാ ആഗതാം, യാദൃച്ഛികമായി വന്നു ചേർന്നവളായിരിക്കുന്ന ഏകൈക ശതനായകൈഹി ദശഭിഹി ഭൃത്യൈഹി, 10 ഭൃത്യന്മാരുണ്ട്. അവർ ഓരോരുത്തർക്കും 100 അനുയായികളുണ്ട് എന്നർത്ഥം. 10 പ്രധാന ഭൃത്യന്മാര്, അവർക്ക് ഓരോരുത്തർക്കും 100 അനുയായികളോട് കൂടിയിട്ടുള്ള ആ ദേവിയെ, ഒരു സ്ത്രീയെ, എതിർച്ചയാഗതയായിട്ടുള്ള ഒരു സ്ത്രീയെ പ്രമദോത്തമാം എന്ന് പറഞ്ഞു. ആയാന്തീം പ്രമദോത്തമാം, ഇങ്ങനെ വരുന്നവളായിട്ടുള്ള, സഞ്ചരിക്കുന്നവളായിട്ടുള്ള ഉത്തമ സ്ത്രീയെ ദദർശ, അങ്ങനെ ഒരു സ്ത്രീയെ കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മഹാരാജാവ് പുറമേയുള്ള ഉദ്യാനത്തിലൊന്ന് കാറ്റുകൊള്ളാനായിട്ട് ഇറങ്ങിയതായിട്ടുള്ള സമയത്ത് അവിടെ കണ്ടതായിട്ടുള്ള പ്രകൃതി ഭംഗിയെ വർണ്ണിച്ചു. അത് അവിടെയുള്ള പക്ഷികളുടെയും കുയിലുകളുടെയും ഒക്കെ നാദത്തെ വർണ്ണിച്ചു. അവിടെ യാതൊരു തരത്തിലുള്ള ഉപദ്രവങ്ങളും ഇല്ലാത്തതായിട്ടുള്ള സ്ഥാനമാണ്, എല്ലാ സമ്പത്തും ഉള്ളതായിട്ടുള്ള സ്ഥാനം. അവിടെ വന്നു ചേർന്നതായിട്ടുള്ള ഉത്തമ സ്ത്രീയെ ഭൃത്യന്മാരോടുകൂടി 10 ഭൃത്യന്മാര്, അവർക്കൊക്കെ ഓരോ ഭൃത്യന്മാർക്കും 100 പേര് അനുയായികളായിട്ടുണ്ട്. ആ ഏകൈക ശതം, ഓരോരുത്തരും 100 അവരുടെ നായകന്മാരാണ്. 100 അനുയായികളുടെ നായകന്മാരാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ആരാണ് ഈ സ്ത്രീ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ബുദ്ധി തന്നെയാണ് ഇവിടുത്തെ സ്ത്രീ. ആ ബുദ്ധിയുമായിട്ട് ജീവൻ താദാത്മ്യം പ്രാപിക്കുന്നതാണ് ഇവിടുത്തെ പുരഞ്ജനൻ. ഈ സ്ത്രീയെ ഇനി പുരഞ്ജനി എന്ന് വിളിക്കാൻ പോണു. പുരഞ്ജനന്റെ ഭാര്യ ആയതുകൊണ്ട് അവളെ പുരഞ്ജനി എന്ന് വിളിക്കാം. ഈ പുരഞ്ജനിയുമായിട്ട് ഐക്യം പ്രാപിക്കുന്നു. ഇപ്പൊ ബുദ്ധിയുമായിട്ട് താദാത്മ്യം പ്രാപിക്കുന്നു. ആ ആത്മാവിനെ മറന്ന്
പ്രകൃതിയായിരിക്കുന്ന ബുദ്ധിയും പിന്നീട് ആ ബുദ്ധിയുടെ അനുയായികളായിരിക്കുന്ന ഭൃത്യന്മാരായിരിക്കുന്ന 10 പേര് കൂടെയുണ്ട് എന്നുള്ളത് ഇന്ദ്രിയങ്ങളാണ്. 10 ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. അവർക്കൊക്കെ 100 പേര് കൂടെയുണ്ട്, അനുയായികളായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഇന്ദ്രിയങ്ങളുടെ ഓരോ വിഷയങ്ങൾ തന്നെയാണ്. ഓരോ ഇന്ദ്രിയങ്ങളും വിവിധ വിഷയങ്ങളിലേക്ക്, വിവിധ പ്രകാരത്തിലുള്ളതായിട്ടുള്ള ലോകവിഷയങ്ങളിലേക്ക് ഭ്രമിക്കുന്നു. അപ്പോൾ അവയുടെ വൃത്തികൾ, ഇന്ദ്രിയങ്ങളുടെ വൃത്തികളെയാണ് 100 പറഞ്ഞത്, അനേകം എന്ന് സൂചിപ്പിക്കാൻ. അപ്പൊ അനേക പ്രവൃത്തികളോട് കൂടിയതായിട്ടുള്ള 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളുമാകുന്ന 10 ഭൃത്യന്മാരോടുകൂടിയ ഈ പ്രമദോത്തമയെ കണ്ടു എന്നാണ് ഇവിടെ പറഞ്ഞത്. ആ പ്രമദോത്തമയെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം അടുത്ത ക്ലാസ്സിൽ. നാളെ കാണാം. ഇത് രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കഥയുടെ രസം പോകും. എങ്കിലും നമുക്ക് അപ്പപ്പോൾ കണ്ടുകൊണ്ട് പോവാം. കഥ മാത്രം പറഞ്ഞു പോകുമ്പോൾ പുരഞ്ജനന്റെ കഥ മാത്രമാകും. അതിൻ്റെ ഓരോ കഥയിലും അല്ലെങ്കിൽ ഓരോ ഭാഗത്തും വർണ്ണിക്കുന്നതായിട്ടുള്ള അതിൻ്റെ ഉപമയെ അത് നമ്മളിലേക്ക് എങ്ങനെയാണ് ചേർക്കേണ്ടതെന്ന് മനസ്സിലാക്കുമ്പോഴേ അതിൻ്റെ പ്രയോജനമാവുന്നുള്ളൂ. മറ്റത് കഥ മാത്രം കേട്ടിട്ട് പോവാം. അപ്പം എന്തായാലും ഇത്തിരി രസം കുറയും, സാരമില്ല. ഒരു വരണ്ട കഥയായിട്ട് തോന്നാം. എല്ലാം കേട്ട് കഴിയുമ്പോൾ അവസാനം രസവും. അതുവരെ സസ്പെൻസ് ഒക്കെ ഇരിക്കട്ടെ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. വേറൊരു കാര്യമായിട്ട് പറയാറുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. സമയം വൈകി എന്നാലും. മറ്റന്ന 11-ാം തീയതി ശ്രാവണ പൂർണിമ. ശ്രാവണ മാസത്തിലെ പൗർണമി വളരെ വിശിഷ്ടമായിട്ടുള്ള ദിവസമാണ്. ആവണി അവിട്ടം എന്നും പറയും. ഉപനയന ഇതെല്ലാം കഴിച്ചിട്ടുള്ള ആളുകൾക്ക് അവരുടെ വ്രതം പുതുക്കാനുള്ള, പൂണൂൽ മാറ്റാനുള്ള ഒരു വാർഷിക ദിനമാണ്. വളരെ വിശിഷ്ടമായിട്ടുള്ള ദിവസമാണ്. അതുപോലെ രക്ഷാബന്ധൻ എന്നുള്ള വിശേഷമുള്ള ദിവസമാണ്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ നിറഞ്ഞ ദിവസമാണ് വടക്കേ ഇന്ത്യയിലൊക്കെ ഈ ശ്രാവണ പൂർണിമ. തമിഴ് ബ്രാഹ്മണരുടെ ഇടയിലും ഒക്കെ വളരെ വിശിഷ്ടമായിട്ടുള്ളതാണ്. അപ്പോൾ ആ ദിവസമാണ് നമ്മുടെ സൗന്ദര്യലഹരി ഉപാസനാ മണ്ഡലിയുടെ നേതൃത്വത്തിൽ ഈ 2ാം ഘട്ട സൗന്ദര്യലഹരി പാരായണം അല്ലെങ്കിൽ അതുപോലെ അതിൻ്റെ അർത്ഥ വ്യാഖ്യാനവും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതാനും 200ഓളം ദിവസങ്ങൾ നീണ്ട ഒരു പഠന പദ്ധതിയായിരുന്നു. ദീർഘമായിട്ടുള്ള ഒരു 200 ദിവസത്തെ ആയിരുന്നു. കാരണം ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് സൗന്ദര്യലഹരി ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. സംപൂജ്യ ഹരിബ്രഹ്മേന്ദ്രാനന്ദ തീർത്ഥ സ്വാമികളുടെ അതിമനോഹരമായിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു. ഓരോ ദിവസവും ഓരോ ശ്ലോകം വീതം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 100 ക്ലാസ്സുകളും പിന്നെ ശങ്കരചരിതം ഒന്നിടവിട്ട ദിവസങ്ങളിൽ 75 ക്ലാസ്സുകളെ കൊണ്ട് ഞാനും പറഞ്ഞിരുന്നു. മറ്റു പല വിഷയങ്ങളും മറ്റു പല ആചാര്യന്മാരും പറഞ്ഞിരുന്നു, പക്ഷെ കണ്ടില്ല. എന്തായാലും 200 ദിവസം കൊണ്ട് അന്ന് പൂർത്തിയാവുകയാണ് ഈ സൗന്ദര്യലഹരി പഠനം. അപ്പോൾ അതിൻ്റെ ഒരു സമർപ്പണ പരിപാടി കാലടിയിലാണ് വെച്ചിരിക്കുന്നത്. ആദിശങ്കര ജന്മഭൂമിയിൽ ശൃംഗേരി മഠത്തിൻ്റെ സന്നിധിയിൽ അവിടെയുള്ള വലിയ സത്സംഗ ഹാളിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. ഇപ്പോഴത്തെ ഈ മഴയുടെ സാഹചര്യം, കോവിഡ് വീണ്ടും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, എല്ലാവർക്കും വീണ്ടും പനിയും മറ്റു പല അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സാഹചര്യം എല്ലാം ഉണ്ട്. എങ്കിലും അതൊരു സമർപ്പണം, ഒരു വ്രതമായിട്ട് ചെയ്യാനായിക്കൊണ്ട് എല്ലാവരും തീരുമാനിച്ചിരിക്കുകയാണ്. അത് നേരത്തെ തീരുമാനിച്ചു പോയതാണ്. അപ്പോൾ അത് അന്ന് നടത്തണം. അന്ന് നടത്തുന്നതിന് കാലടിയിൽ വരാൻ പറ്റുന്ന പരമാവധി ആളുകൾ വന്നു ചേരണം. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരാൻ തയ്യാറായിട്ടുള്ളവർ വളരെ ചുരുക്കമായിട്ടേ നമ്മൾ ഇന്നലത്തെ മീറ്റിങ്ങിൽ ഞങ്ങൾ ചിന്തിച്ചപ്പോൾ നോക്കിയപ്പോൾ വളരെ ചുരുക്കം ആളുകളെ അതിലേക്ക് വരുന്നതായിട്ട് കാണുന്നുള്ളൂ.
അത് വളരെ ഒരു പരിതാപകരമായിട്ടൊരു അവസ്ഥയാണ്. അത് പാടില്ല. ഒരു ആചാര്യ ഭഗവത്പാദരെ എന്താ പറയുക, ആദരിക്കാൻ, ബഹുമാനിക്കാൻ, അതുപോലെ സൗന്ദര്യലഹരി പോലെയുള്ള ഒരു സ്തോത്ര രത്നത്തെ നമുക്ക് ആ പഠിച്ചതിൻ്റെ ഒരു കൃതജ്ഞത, ഒരു കൃതാർത്ഥത അതൊക്കെ പ്രകടിപ്പിക്കുവാനും കൂടിയുള്ള ഒരു അവസരമായിട്ട് അത് കരുതണം. അപ്പോൾ ആ ഒരു സമർപ്പണത്തെ വിജയിപ്പിക്കാനായിക്കൊണ്ട് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. അതിൽ പ്രത്യേകിച്ച് സമീപ ദേശവാസികൾ, എറണാകുളം ജില്ലയിലും ഇടുക്കി ജില്ലയിലും കോട്ടയം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ആലപ്പുഴ ജില്ലയിലുള്ളവർക്ക് കൂടുതൽ അടുത്താണ്. അധികം ഈ മഴക്കാലത്ത് യാത്ര ചെയ്യേണ്ട ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം എന്ന് കരുതി അവരോട് കൂടുതലായിട്ട് പങ്കെടുക്കാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സംഘങ്ങളായിട്ട് 4-5 പേര് ചേർന്ന് ഒരു വാഹനം എടുത്ത് നിങ്ങളെല്ലാം കൂടി വന്നു ചേരാവുന്നതാണ്. ഇനി ആരെങ്കിലും ട്രെയിനിലോ മറ്റോ വരാൻ ദൂരത്തു നിന്നൊക്കെ വരുന്നവരുണ്ടെങ്കിൽ നേരത്തെ അറിയിച്ചാൽ രാവിലെ 9:30 വരെ റെയിൽവേ സ്റ്റേഷൻ, ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ പിക്കപ്പ് വാഹനങ്ങൾ ഏർപ്പാട് ചെയ്യാം. 11 മണിക്ക് പരിപാടി ആരംഭിക്കും. ശൃംഗേരി മഠത്തിന്റെ ഹാളിൽ വെച്ച് 12 മണിക്കാണ് സൗന്ദര്യലഹരി പാരായണം സമർപ്പണം ആരംഭിക്കുക. അതുവരയ്ക്ക് നമ്മൾക്ക് അവിടെ കൂടിയിരിക്കുന്ന മഹാത്മാക്കളുടെയൊക്കെ സത്സംഗം, കുറച്ച് അനുഗ്രഹ ഭാഷണങ്ങൾ ഉണ്ടാവും. അധ്യയന ലഹരിയിൽ ക്ലാസ്സുകൾ എടുത്ത ശങ്കരാമൃതാനന്ദ പുരിസ്വാമികൾ, അതുപോലെ ഞാനുണ്ടാവും, ജ്യോതിഷ്ജി, വിഷ്ണുജി മുതലായിട്ടുള്ള ആചാര്യന്മാർ, അതുപോലെ മറ്റ് സൗന്ദര്യലഹരി ഉപാസനാ മണ്ഡലിയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ളവർ, അതുപോലെ കാലടിയിലുള്ള പല മഹാത്മാക്കൾ, അതുപോലെ കാലടി രാമകൃഷ്ണാശ്രമത്തിൽ നിന്ന് ആചാര്യന്മാർ, സന്യാസി വര്യന്മാർ, പിറവത്തെ ആദിശങ്കര നിലയത്തിൽ നിന്നുള്ള സ്വാമിജി ശാരദാനന്ദ സ്വാമികൾ, അങ്ങനെ പലരെയും അവിടെ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മഹാത്മാക്കളുടെ ഒരു സദസ്സും അതോടൊപ്പം തെരഞ്ഞെടുക്കപ്പെട്ട 10 പേരോ മറ്റേ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് മൈക്കിലൂടെ ചൊല്ലുന്നു. ബാക്കിയുള്ളവരെല്ലാം താഴെ ഇരുന്നുകൊണ്ട്, സദസ്സിലിരുന്നുകൊണ്ട് ഒന്നിച്ച് ഒരേ ശബ്ദത്തിൽ സൗന്ദര്യലഹരി പാരായണം സമർപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഭക്ഷണവും അവിടെ ഉച്ചയ്ക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. വരുന്നവർക്കൊക്കെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവിടെ അറേഞ്ച് ചെയ്യും. ഇനി രാവിലെ നേരത്തെ എത്തുന്നവരോ തലേ ദിവസം എത്തുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നേരത്തെ അറിയിക്കണം. അവിടെ താമസ വ്യവസ്ഥകളൊക്കെ ഉണ്ട്. ശൃംഗേരി മഠത്തിന്റെ ധാരാളം റൂമുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിരുത്തണം. പ്രത്യേകിച്ച് എറണാകുളം ജില്ലക്കാര്, എറണാകുളം സിറ്റിയിലുള്ളവര്, എടപ്പള്ളി, പള്ളുരുത്തി, അവിടെയൊക്കെ ധാരാളം ഗ്രൂപ്പുകളുണ്ട്. അവരെല്ലാം ഒന്ന് കൂട്ടത്തോടുകൂടി പങ്കെടുക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും മൂവാറ്റുപുഴ, തൊടുപുഴ, പെരുമ്പാവൂര്, അവിടെയൊക്കെയുള്ള ആളുകൾ എല്ലാവരും പങ്കെടുക്കണം. വല്ല സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളോ അതുപോലെയുള്ളതായിട്ടുള്ള പ്രശ്നങ്ങളോ ഉള്ളവർ മാത്രം ഒഴിഞ്ഞു നിൽക്കുക. അസുഖങ്ങളുള്ളവർക്കോ കോവിഡ് പോലെയുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള പനിയോ ഒക്കെ ഉള്ളവരെ നിർബന്ധിക്കുന്നില്ല. ലീവ് എടുത്തിട്ടാണെങ്കിലും ഈ ഒരു ദിവസം വരണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഈ ദിവസം ഒരു നിയന്ത്രിത അവധി കൂടിയാണ്. നിർബന്ധമില്ല എല്ലാവരും ഓഫീസുകളിൽ പോകണം എന്നുള്ളത്. അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇതിലൊക്കെ വരുന്നത് സ്ത്രീകളാണ്, ഗൃഹനായികകളായിട്ടുള്ള സ്ത്രീകളാണ് കൂടുതലും. നിങ്ങൾ സംഘം ചേർന്ന് വരാനായിക്കൊണ്ട് ഒന്ന് മനസ്സിരുത്തുക. പരമാവധി ആളുകളെ പങ്കെടുക്കുക. ദൂരദേശത്തു നിന്നൊക്കെ വരാനാണ് ആളുകൾക്ക് മടിയുണ്ടാവുക. കാരണം ഈ മഴക്കാലവും അതുപോലെയുള്ള അസുഖങ്ങളും പ്രശ്നങ്ങളും, വാഹനങ്ങളെല്ലാം സംഘടിപ്പിച്ച് കൂട്ടമായിട്ട് വരാനൊക്കെ ആളുകൾക്ക് മടിയുണ്ട്. പിന്നെ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെയുള്ള സമർപ്പണ പരിപാടികൾ പിന്നീട് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. കൊല്ലത്ത് ഉണ്ടാവും, പാലക്കാട് ശ്രമിക്കുന്നുണ്ട്, കോഴിക്കോട് ഉണ്ടാവും, കാസർഗോഡ് ഗംഭീരമായിട്ട് സെപ്റ്റംബർ 17-ാം തീയതി ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൈവ് ഉണ്ടാകും. ലൈവ് ഉണ്ടാകുന്ന പറഞ്ഞിട്ട് സമീപ പ്രദേശത്തുള്ളവർക്ക് അത് ബാധകമല്ല. എല്ലാവരും നേരിൽ വരണം. ദൂരെയുള്ളവർ ലൈവിലൂടെ പാരായണം ചെയ്യാം. അപ്പോൾ ലൈവിലുണ്ടാവും, ഓൺലൈൻ പാരായണം ഉണ്ടാവും. എല്ലാവരും അവരവരുടെ ഗൃഹങ്ങളിൽ ഇരുന്നുകൊണ്ട് പാരായണം ചെയ്യാവുന്നതാണ്. ദൂരെയുള്ളവരൊക്കെ, വളരെ വിദൂരത്തുള്ളവർ, ഒരു 100 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ളവരെല്ലാം ദയവ് ചെയ്ത് വരാനായിക്കൊണ്ട് ശ്രമിക്കുക. രാവിലെ ആക്കിയിട്ടുള്ളത് തന്നെ എല്ലാവരും വന്നു പോകാനുള്ള സൗകര്യത്തിന് കൂടിയാണ്.
ഉച്ചയ്ക്ക് ഊണും കഴിച്ചിട്ട് എല്ലാവർക്കും പിരിയാം. അപ്പോൾ പരമാവധി ശ്രമിക്കൂ എല്ലാവരും. അത് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് ഭംഗിയായിട്ടത് സമർപ്പണം നടത്തണം. എന്തായാലും ഞാനുണ്ടാവും. അന്നത്തെ ദിവസം ഇവിടെ രാവിലത്തെ ക്ലാസ്സുകളൊന്നും ഉണ്ടാവില്ല. വൈകുന്നേരം അധ്യാത്മരാമായണത്തിന് ഞാൻ തിരിച്ചെത്താൻ ശ്രമിക്കും. എല്ലാവരോടും ഇതൊരു ആദിശങ്കര ഭഗവത്പാദരുടെ പേരിലും ത്രിപുരസുന്ദരിയുടെ പേരിലും സൗന്ദര്യലഹരി ഉപാസനാ മണ്ഡലിയുടെ പേരിലും എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. കഴിയുന്നതും അറിയിക്കാൻ കൂടി ശ്രമിക്കുക. എത്ര പേരുണ്ടാവും എന്നുള്ളത്, കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം ഇപ്പോൾ ഒരു 300-350 പേര് വരെയുള്ള ഇതാണ് പ്രതീക്ഷിച്ച് ഭക്ഷണം അറേഞ്ച് ചെയ്യുന്നത്. അതിലും കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അതിന് അറേഞ്ച് ചെയ്യാവുന്നതാണ്, ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. നിങ്ങളൊന്ന് അറിയിക്കണം. അപ്പോൾ വലിയ ഗ്യാങ്ങുകൾ വരുന്നവർ അല്ലെങ്കിൽ അതുപോലെയുള്ളവർ ശ്രീവള്ളി ടീച്ചറെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള സൗന്ദര്യലഹരി ഉപാസന മണ്ഡലിയിൽ തന്നിട്ടുള്ള ഫോൺ നമ്പേഴ്സിലോ അറിയിക്കുക. എന്നെയല്ല അറിയിക്കേണ്ടത്, അവിടെ അറിയിക്കുക പ്ലീസ്. എല്ലാവർക്കും വേണ്ട വ്യവസ്ഥ അവിടെ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും വന്ന് അനുഗ്രഹീതരാവുക. കാലടിയിൽ ആദിശങ്കര ഭഗവത്പാദരെ ആദരിക്കുന്ന ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക, വിജയിപ്പിക്കുക. ഹരിയോം ഹരിയോം. എല്ലാവർക്കും നമസ്കാരം. ഓം ശാന്തി ശാന്തി.